സ്വർഗം വിട്ട് ഇറങ്ങി വന്ന യേശുനാഥൻ പരിശുദ്ധ കുർബാനയായിട്ട് യേശു രൂപാന്തരപ്പെട്ടു. ആ സാന്നിധ്യം നമ്മളിൽ ഉള്ളിലുണ്ട്. ആ സാന്നിധ്യത്തെ നമ്മൾ ആരാധിക്കുക. ദൈവിക സാന്നിധ്യം. അപ്പസ്തോലന്മാർ സഹിയോൻ മാളിക മുറിയിൽ അമ്മ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചതുപോലെ ഈ സമൂഹം ഒരുമയോടെ ഒരേ മനസ്സോടെ കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും റൂഹാഭിഷേകത്തിനായിട്ട് ആത്മീയ ചൈതന്യം നമ്മളിലേക്ക് കടന്നു വരുവാൻ, അത്യുന്നത ദൈവത്തിൻ്റെ ജീവൻ, യേശുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിലുടനീളം വ്യാപരിക്കപ്പെടുവാൻ, എല്ലാ കോശങ്ങളിലും ദൈവസാന്നിധ്യം വെളിപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരസ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്വതന്ത്രമായിട്ടും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. കരയടിച്ച് വലിയ വിശ്വാസത്തോടെ പാടി ദൈവത്തെ ആരാധിക്കും. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. ആത്മാവിൻ ശക്തി, അത്യുന്നത ശക്തി, പരിശുദ്ധാത്മ ശക്തി എന്നിൽ നിറയട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. കരമൊളി അടിച്ച എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. സ്വരമുയർത്തി എല്ലാവരും ഒരേ മനസ്സോടെ ആത്മാവിന്റെ നിറവിനാൽ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് വന്ന് നിൽക്കുന്നതായി, ദൈവ സാന്നിധ്യം നിൽക്കുന്നതായി പരസ്പരം കണ്ടുകൊണ്ട് ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹം. ഈ സമൂഹത്തെയാണ് ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കുന്ന ഈ സമൂഹത്തെയാണ് സ്വർഗം ആഗ്രഹിച്ചത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. ആദിമസഭയിൽ നിറഞ്ഞ പോലെ അഭിഷേക കാറ്റായി വീശണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. പാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കരമൊളി അടിച്ച് എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. 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 ശക്തിയോടെ കരമടിച്ചു സിംഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൽ കാറ്റായി വീശണമേ. സ്നേഹന്മാരിൽ നിറഞ്ഞ പോലെ അഭിഷേകത്തിൽ കാറ്റായി വീശണമേ. ശാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. ശാപശക്തിയെ തകർത്തിടാൻ, ലോകശക്തിയെ തകർത്തിടാൻ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമേ. കരമൊളി അടിച്ച് എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ.
സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. എന്നിൽ നിറയട്ടെ, സഭയിൽ നിറയട്ടെ, ലോകം മുഴുവൻ കത്തിപ്പടരട്ടെ. ഹല്ലേലൂയ, 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 ശക്തിയോടെ ഹല്ലേലൂയ, ഹല്ലേലൂയ, അഭിഷേകത്തോടെ ഹല്ലേലൂയ, 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 ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ശക്തിയെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവിനെ ഹല്ലേലൂയ, ആരാധിക്കുന്നു. ഹല്ലേലൂയ, ത്രിത്വൈക ദൈവത്തെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, സർവശക്തനെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, സർവശക്തിയോടെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, അഭിഷേകത്തോടെ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ആത്മാവിൽ നിറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ആത്മീയ നിറവില് ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്വയം ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ ദൈവശക്തി വ്യാപരിക്കപ്പെട്ട എല്ലാ ബന്ധനങ്ങളും കെട്ടടിഞ്ഞു പോകണം. എല്ലാ തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ നീങ്ങിപ്പോകണം. യേശുവിന്റെ നാമത്തിൽ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തിയും വലിയ മാനസാന്തരങ്ങളും ഈ സമൂഹത്തിന്റെ മേൽ വെളിപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയത്തോട് ചേർത്ത് വെക്കാം. നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാം. ബലഹീനതകളുടെ മേൽ കർത്താവിന്റെ അത്യുന്നത ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ബലഹീനതകളെ ഇല്ലാതാക്കുന്ന ദൈവത്തിന്റെ കാരുണ്യം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, ആ വലിയ കാരുണ്യം, ആ വലിയ ദൈവിക സാന്നിധ്യം, ദൈവിക ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കപ്പെടട്ടെ. ബലഹീനതകളെ തകർക്കുന്ന നമ്മളിലേക്ക്, നമ്മുടെ കുടുംബാംഗങ്ങളിലേക്ക് എല്ലാം വ്യാപരിക്കപ്പെടണം. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ആരിലെല്ലാം ബലഹീനതകൾ കുടികൊള്ളുന്നുണ്ടോ, വിശ്വാസരാഹിത്യത്തിലൂടെ കുടുംബാംഗങ്ങൾ കടന്നു പോകുന്നുണ്ടോ, മദ്യത്തിനും മയക്കുമരുന്നിനും ജഡികമായ ആസക്തികളുടെ പുറകെ പോകുന്നുണ്ടോ, അവയുടെ മേലെല്ലാം കർത്താവിന്റെ അത്യുന്നത ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കപ്പെടുവാൻ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. എല്ലാ ബലഹീനതകളെയും തകർക്കുന്ന, എല്ലാ ബലഹീനതകളെയും അതിജീവിക്കുവാൻ കൃപ തരുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തി ഏതെല്ലാം മേഖലയിൽ വ്യാപരിക്കപ്പെടണോ അതെല്ലാം നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. ഏതെല്ലാം മേഖല കർത്താവിന്റെ വിടുതലിനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്, ആ മേഖല എല്ലാ ദിവസവും അതിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക. ഈശോയെ തിരുരക്തം കൊണ്ട് ആ മേഖലയിലെല്ലാം വലിയ വിടുതൽ നൽകി അനുഗ്രഹിക്കണേ നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കുക. കാൽവരിയിലെ ആ വലിയ സ്നേഹം, പിതാവിന്റെ സ്നേഹം പുത്രനിലൂടെ കർത്താവ് വെളിപ്പെടുത്തുക, പിതാവ് വെളിപ്പെടുത്തുകയും നമ്മളെ ഓരോരുത്തരെയും അത്രമാത്രം സ്നേഹിക്കുക. പാപികളായിരുന്നിട്ടും ബലഹീനരായിരുന്നിട്ടും കുറവുകൾ ഉള്ളവരായിരുന്നിട്ടും നമ്മളെ ദൈവം സ്നേഹിച്ചു. ഇപ്രകാരം അവിടുന്ന് പറഞ്ഞു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. ജീവിത പങ്കാളിയുടെ ബലഹീനതകൾ, മക്കളുടെ ബലഹീനതകൾ, നമ്മുടെ ഇടപഴകുന്ന വ്യക്തികളിലുള്ള ബലഹീനതകൾ, ആ ബലഹീനതകളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ബലഹീനതകളെ അതിജീവിക്കുവാനുള്ള അത്യുന്നതനായ ദൈവത്തിന്റെ കാരുണ്യം, ആ ബലഹീനതകളെ സ്വീകരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാനുള്ള ആ വലിയൊരു അഭിഷേകം നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ ബലഹീനത ഉൾക്കൊള്ളുവാൻ, കുറവുള്ളവനാണ്, കുറവുള്ളവളാണ്, ആ കുറവുകളെ നിറവാക്കി മാറ്റണമെങ്കിൽ മോനിക്ക പ്രാർത്ഥിച്ചതുപോലെ നമുക്ക് ഹൃദയം തുറന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ആ ബലഹീനതകളിൽ മേൽ കർത്താവിന്റെ കൃപ ഒഴുകപ്പെടുന്നത് നമ്മളില്, നമ്മുടെ ബലഹീനതകളെ തകർക്കപ്പെടുമ്പോഴും നമ്മളിൽ ദൈവശക്തി വെളിപ്പെടുമ്പോൾ ഒരു അഗസ്റ്റീനോസ് രൂപപ്പെടുകയാണ്. ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മോനിക്ക പോലെ വിശുദ്ധി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. മകന്റെ മാനസാന്തരത്തിനു വേണ്ടി തന്നിലേക്ക് ദൈവിക ശക്തി നിറയപ്പെടുവാനും ആ ദൈവിക ശക്തി തന്റെ മകനിലേക്ക്, ശാഖയിലേക്ക് വ്യാപരിക്കപ്പെടുവാനും തായ്തടിയിൽ നിന്നുള്ളതെല്ലാം വലിച്ചെടുത്ത് ശാഖ അതിനോട് ചേർന്ന് ഒട്ടിച്ചേർന്ന് നിൽക്കുന്ന അതിന്റെ ശാഖകൾ പകർന്നു കൊടുക്കുമ്പോൾ അതിലും ഫലമുണ്ടാകും. ഈശോയോട് ചേർക്കപ്പെട്ടപ്പോൾ
ഈശോയുടെ സ്വഭാവമായിട്ട് മാറ്റപ്പെടുകയാണ്. ദൈവിക സ്വഭാവം നമ്മളിൽ ഉടലെടുക്കുകയാണ്. ധൈര്യപൂർവ്വം ഈശോ കുരിശു വഹിച്ചുകൊണ്ട് കാൽവരിയുടെ നെറുകയിലേക്ക് കടന്നുപോയത് ആ സഹനങ്ങളെ മുഴുവൻ അതിജീവിച്ചുകൊണ്ടാണ്. അതിന് കൃപ കൊടുത്ത ദൈവത്തിന്റെ കൃപയാണ് യേശുവിൽ വെളിപ്പെട്ടത്. കൃപയ്ക്ക് മേൽ കൃപ നൽകിക്കൊണ്ടാണ് യേശു കാൽവരിയിൽ ബലിയായി തീർന്നത്. നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. അപ്പസ്തോലന്മാരിൽ വെളിപ്പെട്ടതുപോലെ കർത്താവിന്റെ സാന്നിധ്യവും ശക്തിയും എല്ലാം നമ്മളിൽ വെളിപ്പെടുവാൻ അതിന് തടസ്സമേ നിൽക്കുന്ന നമ്മുടെ ബലഹീനതകളുടെ മേൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബലഹീനത നമ്മുടെ ദൈവത്തിന്റെ കൃപ വ്യാപരിക്കപ്പെടും. നമ്മൾ ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരിലേക്കെല്ലാം ദൈവശക്തി വ്യാപരിക്കപ്പെടുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം. എന്നെ ശക്തിപ്പെടുത്തുന്നു എൻ്റെ ദൈവമേ, എന്നെ ബലപ്പെടുത്തുന്ന ദൈവമേ, എൻ്റെ ബലഹീനതകളെ അതിജീവിക്കുവാൻ കൃപ തരുന്ന ദൈവമേ, ആ ദൈവിക ജീവൻ എൻ്റെ ഉള്ളിലേക്ക് വ്യാപരിക്കപ്പെടും. എൻ്റെ ഹൃദയതലങ്ങളിലേക്ക്, എൻ്റെ ശരീരത്തിൽ, എൻ്റെ ഹൃദയത്തിൽ വ്യാപരിക്കുന്ന എല്ലാ അശുദ്ധിയിലേക്ക്, എല്ലാ രോഗങ്ങളുടെയും എല്ലാ അടിമത്തത്തിൽ നിന്നും എന്നെ വിടുതൽ നൽകി അനുഗ്രഹിക്കണേ. നമുക്ക് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കാം. ഏതെല്ലാം തരത്തിലുള്ള അടിമത്തത്തിലാണ് നമ്മൾ. സൃഷ്ടാവിനേക്കാൾ ഉപരിയായി സൃഷ്ടവസ്തുക്കളെ സ്നേഹിച്ചാൽ സൃഷ്ടാവിന്റെ സ്നേഹം അവരോടുകൂടി ഉണ്ടായിരിക്കത്തില്ല എന്ന് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുകയും, ഏതെങ്കിലും ഭൂമിയിലുള്ള ഏതെങ്കിലും വ്യക്തിയോട് അമിതമായ സ്നേഹം നമ്മുടെ ഹൃദയതലങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ, ദൈവത്തെക്കാൾ ഉപരിയായ സ്നേഹം നമ്മുടെ ഹൃദയതലങ്ങളിൽ ഉണ്ടെങ്കിൽ, ദൈവത്തെക്കാൾ ഉപരിയായ കരുതൽ നമ്മുടെ ഹൃദയതലങ്ങളിൽ വ്യാപരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെല്ലാം കർത്താവിൻ്റെ ശക്തി വ്യാപരിക്കപ്പെടുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ഈശോയെ തിരിച്ചോര കൊണ്ട് എന്നെ കഴുകി നിർമ്മലമായ ഒരു വ്യക്തിയാക്കി എന്നെ രൂപപ്പെടുത്തണമേ. ഞാൻ സ്വീകരിച്ച പരിശുദ്ധ കുർബാനയിലൂടെ യേശുവിൻ്റെ ശരീരവും യേശുവിൻ്റെ ആത്മാവും യേശുവിൻ്റെ രക്തവും എൻ്റെ ശരീരത്തിലുടനീളം വ്യാപരിക്കപ്പെടുകയാണ്. ആ രക്തത്താലും ആ ശരീരത്താലും ആത്മാവിനാലും ആ ജീവനാലും എൻ്റെ ശരീരത്തെ പുനരുദ്ധരിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് പുനരുദ്ധാനത്തിന്റെ വലിയ ദൈവിക ശക്തി എൻ്റെ ശരീരത്തിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, സാവൂളിനെ പൗലോസാക്കി മാറ്റിയ ദൈവത്തിന്റെ അനന്തമായ ശക്തി എന്നിൽ വെളിപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വന്തമായിട്ട് സ്തുതിക്കാമോ? ശക്തി വ്യാപരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പാടി പ്രാർത്ഥിക്കും. കരഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ടോളെ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. ശിരസ്സു മുതൽ പാദം വരെയും മുറിവുകൾ ഇല്ലാത്തൊരിടവുമില്ലെന്നറിയണമേ. അങ്ങഴും നള്ളി വന്ന് ഒരു വാക്കു ചൊല്ലുമെങ്കിൽ സുഖമാകും എൻ്റെ ഉള്ളം വിശ്വസിപ്പൂ ഞാൻ. തിരുവിലാവിൽ നിന്നൊഴുകും തിരുച്ചോരത്തുള്ളിയാൽ കഴുകേണമെന്നെ ഇന്ന് പൊന്നു കർത്താവേ. മിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, കർത്താവിന്റെ വചനത്തിൽ നമ്മുടെ കടന്നുപോയി. അപ്പസ്തോലന്മാർ സിഹിയോൻ മാളിക മുറിയിൽ പ്രാർത്ഥിച്ചു. പെന്തക്കോസ്ത് ദിനം ആഗതമായപ്പോ അവരുടെ മേൽ ദൈവത്തിന് അവർ സമ്മേളിച്ചിരുന്ന മാളിക മുറിയിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് ആവസിച്ചു. അപ്പൊ നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോ, നമ്മൾ ദേവാലയത്തിലായിരിക്കുമ്പോ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളിലേക്ക് ആരാ വരുന്നേ? പരിശുദ്ധാത്മ ശക്തി, പരിശുദ്ധാത്മാവ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളിൽ വ്യാപരിക്കപ്പെടുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുന്ന സ്ഥലത്ത് ആരാ വരുന്നേ? പരിശുദ്ധാരൂപി കടന്നു വരും. ഒരു സമയകാലമൊന്നുമില്ല. ദൈവാനുഗ്രഹം, ദൈവത്തിന്റെ ഈ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെട്ട് കടന്നു വരുന്ന ആ സമയം വരെ നമ്മള് നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ ദൈവാത്മാവ് അവിടെ വെളിപ്പെടുകയും
പരിശുദ്ധാത്മാവ് സന്ദേശം നൽകി. ഒരു 13 ദിവസം ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയുക. അങ്ങനെ ഒരുമിച്ച് ഞങ്ങളെ ഭവനത്തിൽ, എൻ്റെ വീട്ടിലാണ്, ഒരുമിച്ചിരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് കുറച്ച് ആളുകൾ വന്ന്, ശുശ്രൂഷ ചെയ്യുന്നവർ വന്ന് ഒരുമിച്ചിരുന്ന് കുറച്ച് ദിവസം ഒരു ദിവസം പ്രാർത്ഥിച്ചു. അതിനുശേഷം അതിന് തുടർച്ചയായിട്ട് ഒരു 13 ദിവസത്തോളം അടുപ്പിച്ച് ഇങ്ങനെ പ്രയർ പോവാ. അങ്ങനെ പ്രാർത്ഥിച്ച് 13 ദിവസം ആയപ്പോ വലിയൊരു അഭിഷേകം വ്യാപരിക്കപ്പെട്ടു. ആ ഭവനത്തില് വലിയൊരു അഭിഷേകം വ്യാപരിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് എവിടെ വരുന്നോ അവിടെ എല്ലാം ജനം ഒരുമിച്ച് കൂടും. അത് വീട്ടിലാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും ആത്മാവിന്റെ അഭിഷേകം വ്യാപരിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ദൈവത്തിന്റെ ശക്തി ആ സ്ഥലത്ത് വ്യാപരിക്കപ്പെടുകയും. അപ്പൊ നമ്മൾ ഭവനത്തിലായിരിക്കുമ്പോൾ ദൈവാത്മാവ് അവിടെയോട്ട് കടന്നു നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ദിവസമല്ല, നിരന്തരമായ പ്രാർത്ഥനയിലൂടെ കർത്താവിന്റെ ആത്മാവ് ഇടതടവില്ലാതെ ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെ നിമിഷങ്ങളിലൂടെ ദൈവജനം കടന്നു പോകുമ്പോ ദൈവത്തിന്റെ ആത്മാവ് ആ പ്രാർത്ഥിക്കുന്ന ഇടങ്ങളില് വ്യാപരിക്കപ്പെടും. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ അങ്ങനെ പ്രാർത്ഥിച്ച് അവിടെ എൻ്റെ വീട്ടില് ഏകദേശം 800ഓളം പേര് ഒരു വെള്ളിയാഴ്ച ഭവനത്തിൽ ഒരുമിച്ച് കൂടും. അങ്ങനെ 800ഓളം പേര് ഒരുമിച്ച് കൂടി 2 വർഷക്കാലം പ്രാർത്ഥിച്ചപ്പോ ആത്മാവ് ആ ശുശ്രൂഷയെ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയി. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേ ആത്മാവ് നിരവധിയായ ദേവാലയങ്ങളിലൂടെ ഈ ആത്മാവ് നമ്മളെ സഞ്ചരിപ്പിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാ വരുന്നത്? പരിശുദ്ധാത്മാവ് വരുക. അവിടെ വചനം പറയുക, ഇപ്രകാരം പറയും, അപ്പോസ്തലപ്രവർത്തനം 2-ാം അധ്യായത്തിന്റെ 12 മുതൽ തരുക. അതിന്റെ അവിടെ 11 മുതൽ, കേത്യരും അറേബ്യരുമായ നാം എല്ലാവരും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നു നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നല്ലോ. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ചാണ് അപ്പോസ്തലന്മാർ പ്രഘോഷിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മളിൽ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമ്മളിൽ ദൈവം പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികളെ കുറിച്ച്, നമ്മൾ കേട്ട ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് നമ്മൾ പ്രഘോഷിക്കപ്പെടാൻ ആരംഭിക്കുമെന്ന് അപ്പോസ്തല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. പരിശുദ്ധാത്മാവ് വരുമ്പോൾ ഇത് നടക്കത്തുള്ളൂ. താങ്കൾ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്താ അവിടെ പറയുന്നത്? ഓരോരുത്തർക്കും മനസ്സിലാകുന്ന ഭാഷയില് ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് അവർ പ്രഘോഷിച്ചു. ഓരോരുത്തർക്ക് മനസ്സിലാവുക. ദൈവത്തെ കുറിച്ച് പറഞ്ഞ, യേശുവിനെ കുറിച്ച് പറഞ്ഞപ്പോ ഓരോരുത്തർക്കും മനസ്സിലാകുന്ന രീതിയില്, മനസ്സിലാകുന്ന ഭാഷയില് അവർക്ക് ആ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികള് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് അപ്പോസ്തല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുക. നമ്മൾ ചിലരോട് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകത്തില്ല. അവർക്ക് പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാലോ നമ്മൾ പറയും, ഭർത്താവിനോട് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല, മനസ്സിലാകുന്നില്ല. ഭാര്യയോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. മക്കളോട് പറഞ്ഞിട്ട് മനസ്സിലാകുന്നില്ല. ഇവിടെ അപ്പോസ്തല പ്രവർത്തനം പറയുന്നു, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ പെന്തക്കോസ്ത് ദിനം ആഗതമാകുമ്പോ ആത്മാവ് അവിടെ വ്യാപരിക്കും. നിങ്ങൾ സമ്മേളിച്ചിരുന്ന മാളിക മുറിയിലേക്ക്, അല്ലെ നിങ്ങൾ ആയിരിക്കുന്ന ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവ് വന്ന് നിറയും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴാണ് അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടുന്നത്. നന്നായിട്ട് ഒരു ഭവനത്തെ ഒരുക്കിയെടുക്കണം. അവിടെ വലിയ അത്ഭുതങ്ങൾ സംഭവിക്കും, വലിയ അടയാളങ്ങള് പിശാച് വിട്ടൊഴിഞ്ഞു പോകും. ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോ സാത്താനിക ശക്തികള് ശരീരത്തിൽ നിന്ന് വിട്ടൊഴിഞ്ഞു പോകും. രോഗത്തിന്റെ പീഡകള് വിട്ടൊഴിഞ്ഞു പോകും. അതാണ് പറയുന്നത്, അത്ഭുത പ്രവർത്തികള് അവർ പ്രഘോഷിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ഞായറാഴ്ച ഒരു ഡോക്ടറുടെ ഒരു സാക്ഷിയോട് ഞാനത് ആരാധന സമയത്ത് വായിക്കാം. പക്ഷെ ഞാനൊരു ചെറിയൊരു കാര്യം പറയാം. അദ്ദേഹത്തിന്റെ തൈറോയിഡിനുള്ളിൽ ഒരു ഗ്രോത്ത് വന്നു. ആ ഗ്രോത്ത് ടെസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന് ഇപ്പൊ ഡോക്ടർമാരെ കാണിച്ചു ക്യാൻസറിന് സാധ്യതയാണ്. ഇപ്പൊ ഡോക്ടറായതുകൊണ്ട് തീർച്ചയായിട്ടും അറിയാതെ ക്യാൻസർ രോഗം തന്നെയാ. അപ്പൊ ഡോക്ടർ നന്നായിട്ട് ഭയപ്പെട്ടു. അതിനുശേഷം ഡോക്ടർ ഇവിടെ വന്ന് ഞായറാഴ്ച ശുശ്രൂഷ, എനിക്ക് 1.25 വർഷം 1.5 വർഷം കൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ശുശ്രൂഷയിൽ ഞായറാഴ്ച പങ്കെടുക്കുന്ന ഒരു ഡോക്ടറാണ്. അപ്പൊ ഡോക്ടർക്ക് രോഗം ബാധിച്ചിരിക്കുക. അപ്പൊ ഡോക്ടർ ആരെ സമീപിച്ചിരിക്കുക? ദൈവത്തെ സമീപിച്ചിരിക്കുക. യേശുവിനെ സുഖപ്പെടുത്തുന്ന യേശുവിന്റെ അടുത്ത് വന്ന് പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ സൗഖ്യം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ ദേവാലയത്തിലായിരുന്ന ആ ഡോക്ടർ
പിന്നീട് അതിന്റെ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ വരും. അപ്പൊ ഒരു തടിപ്പുണ്ടെന്ന് ഡോക്ടർ പറയുന്നത്. ഒരു തടിപ്പ് കാണാൻ പറ്റും, ഒരു തടിപ്പുണ്ടായിരുന്നു ഇതില്. അത് കാണാനായിട്ട് വരും, ശരീരത്തെ കാണാനായിട്ട് സാധിക്കുന്നു പറയാം. അപ്പൊ ഈ തടിപ്പും ഇതിനുള്ളിലുള്ള ക്യാൻസർ രോഗവും ഈ ആലയത്തിൽ വെച്ച് ഈശോ പരിപൂർണമായിട്ടും സൗഖ്യപ്പെടുത്തി. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ എന്താ സംഭവിച്ചേ? അവരെല്ലാവരും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവരിക്കുന്നത് മാതൃഭാഷകളിൽ കേൾക്കാൻ സാധിക്കുകയും ദൈവത്തിന് ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോ അവിടെ എന്ത് സംഭവിക്കുന്നത്? പരിശുദ്ധാത്മാവ് നിറയും. അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി അവിടെ വെളിപ്പെടുമ്പോ അവിടെ എന്തുണ്ടാവും? രോഗശാന്തിയും അത്ഭുതങ്ങളും ഉണ്ടാകും. അവിടെ എന്തുണ്ടാകും? അവിടെ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പ്രഘോഷിക്കപ്പെടുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ പഠിപ്പിക്കുന്നു. കരങ്ങളെ ഉയർത്തി ശ്രദ്ധിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെ അർത്ഥം എന്തെന്ന് അവർ പരസ്പരം ചോദിച്ചുകൊണ്ട് എല്ലാവരും വിസ്മയിക്കുകയും പരിഭ്രമിക്കുകയും ചെയ്തു. എന്നാൽ മറ്റൊരു പരിഹസിച്ച് പറഞ്ഞു, പുതുവീഞ്ഞു കുടിച്ച് അവർക്ക് ലഹരി പിടിച്ചിരിക്കുകയാണ്. ഇത് പുറത്തു വയ്ക്കുന്ന ആളുകൾക്ക് തോന്നുന്നത് ഇത് ലഹരി പിടിച്ചിരിക്കുവോ? ഇവരെന്തോ മദ്യപിച്ചിട്ടാണ് ഇവർ ഈ കോപ്രായങ്ങളെല്ലാം കാണിക്കുന്നത്. ഇവരേതൊക്കെയോ ഭാഷകൾ ഇത് തിരിച്ചറിയാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം കിട്ടിയാലേ ഉള്ളൂ ഇതെല്ലാം മനസ്സിലാകത്തുള്ളൂ. സത്യത്തെ തിരിച്ചറിയണമെങ്കിൽ ദൈവം അവിടുത്തെ ആത്മാവിനെ നമുക്ക് പ്രദാനം ചെയ്തു. അവിടുത്തെ വചനമാണ് സത്യം. ഈ വചനം നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കുന്നത് പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ വചനങ്ങളെ കുറിച്ച് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തും. വചനത്തെ കുറിച്ചുള്ള ബോധ്യങ്ങള്, അതിനുള്ള സത്യങ്ങള് ഈ പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കും. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവിന് വേണ്ടിയിട്ട്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ സംഭവിക്കും? ഈശോ ചെയ്ത അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം സംഭവിക്കും. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതം സംഭവിക്കും. യേശു അവിടെ പ്രവർത്തിച്ച അത്ഭുതങ്ങളെ കുറിച്ചും യേശുവിന്റെ പരസ്യ ജീവിതകാലത്ത് ഉണ്ടായ അത്ഭുതങ്ങളെ കുറിച്ചും ആത്മാവിൽ നിറഞ്ഞ് പ്രഘോഷിക്കുവാനായിട്ട് സാധ്യമാകുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടും. അപ്പൊ പെന്തക്കോസ്ത് അനുഭവത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നമുക്കൊരു വലിയ ആകാംക്ഷ, ഈ അത്ഭുതങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് സംഭവിക്കുന്നത് വലിയ ആകാംക്ഷ, വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കാനുള്ള വലിയ ആകാംക്ഷ ഉണ്ടാവും. അപ്പൊ വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുമ്പോ ദൈവിക ശക്തി നമ്മളിൽ നിറയപ്പെട്ടുകൊണ്ടിരിക്കും, കൂട്ടായ്മ നിറയപ്പെടും. അപ്പൊ ഞാൻ ഇവരോടൊക്കെ പറയും, ഇങ്ങോട്ട് കൂടുതൽ ജപമാലയിൽ പ്രാർത്ഥിക്കാൻ പറയും, കൂടുതൽ വചനം വായിച്ച് പ്രാർത്ഥിക്കാൻ പറയും. ചില വചനങ്ങൾ വെച്ച് നമ്മൾ വെളിപ്പെടുത്തും, ആ വചനങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് പറയും. അപ്പൊ ഈ ദൈവിക വചനങ്ങളിലൂടെ നമ്മൾ വ്യാപരിക്കപ്പെടുമ്പോ ആത്മാവിന്റെ വലിയ ഒരു അഭിഷേകം നമ്മളിൽ വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ പെന്തക്കോസ്ത് തിരുനാളില് എനിക്ക് പരിശുദ്ധം വന്ന ഒരു വചന, വെളിപാടിന്റെ പുസ്തകം 20-ാം അധ്യായത്തിന് 1, 2, 3 വചനം വായിക്കാൻ പറയും. ഇതൊരു അമ്മച്ചി, ഈ ആലയത്തിൽ വരുന്ന ഒരു സഹോദരി, ഒരമ്മച്ചി മകന് വേണ്ടിയിട്ട്, കുടുംബത്തിന് വേണ്ടിയിട്ട് ഈ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഈ കഴിഞ്ഞ ആഴ്ചകളിൽ സംഭവം, ഈ പെന്തക്കോസ്ത് തിരുനാളിന് ശേഷം നടന്ന സംഭവം. അപ്പൊ ഈ അമ്മച്ചിയുടെ വന്ന് ഈ ഒരു മകനുണ്ട്, മദ്യപാനിയായ മകൻ വന്ന് പൈസ ചോദിക്കും, കാശ് ചോദിക്കും. അപ്പൊ അമ്മച്ചി ഭയം വന്നിട്ട് ഈ പൈസ എടുത്ത് ഇവന് കൊടുക്കും. അപ്പൊ അവൻ ആ പൈസയായിട്ട് പോയിട്ട് മദ്യപിച്ചിട്ട് ഈ അമ്മച്ചിയെ വന്ന് ഉപദ്രവിക്കുക, അല്ലെങ്കിൽ അമ്മച്ചിയെ വീടിനകത്ത് പുറത്തിറക്കിയൊക്കെ വിടും. അപ്പൊ അമ്മച്ചിയുടെ ഉള്ളിലുള്ളത് എന്താ? ഭയം ഉണ്ടായി. അപ്പൊ ഈ ഭയം വിട്ടുപോണേ അമ്മച്ചി. അപ്പൊ അമ്മച്ചിക്ക് ദൈവം കൊടുത്ത ഒരു വചനം, ഈ കൂട്ടായ്മ തന്നൊരു വചനമാണ് വെളിപാട് 20:1-2. സ്വർഗ്ഗത്തിൽ നിന്ന് ദൂതൻ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. അവന്റെ കൈ പാതാളത്തിന്റെ താക്കോലും വലിയൊരു ചങ്ങലയുമുണ്ട്. ഉഗ്രസർപ്പത്തെയും സാത്താനും പിശാചുമായ പുരാതന സർപ്പത്തെ പിടിച്ച് ബന്ധനത്തിലാക്കി അത് പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ച് മുദ്ര ചെയ്തു. 1000 വർഷം തികയോളം അത് ജനങ്ങളെ വഞ്ചിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. ഇപ്പൊ ഈ അമ്മച്ചിയെ പേടിപ്പിച്ച് അമ്മച്ചിയിലുള്ള പൈസയൊക്കെ മേടിച്ച് വഞ്ചിച്ചുകൊണ്ട് പോകും, എടുത്തോണ്ട് പോകും. ഇത് 7 പ്രാവശ്യം വായിക്കാൻ പറഞ്ഞു ഒരു ദിവസം. ഇന്നലെ വിളിച്ചിട്ട് അമ്മച്ചി എന്നോട് മറുപടി പറഞ്ഞേ, അവൻ പൈസ ചോദിക്കുമ്പോൾ എനിക്ക് കൊടുക്കാനും പറ്റുന്നില്ല, അവനിപ്പോ 2 ആഴ്ചയായിട്ട് മദ്യപിക്കുന്നുമില്ല. കരമടിച്ച ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ഒരു അരൂപി അതിനെ ബന്ധനത്തിലാക്കി പാതാളത്തിലേക്ക് എറിഞ്ഞ് വാതിലടച്ചു. 1000 വർഷം തികയോളം അത് ജനങ്ങളെ, കുടുംബത്തെ വഞ്ചിക്കാതിരിക്കേണ്ടതിന് വേണ്ടിയാണ്. കരങ്ങൾ എഴുതി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ നമ്മൾ വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടി
ഇതെങ്ങനെ വഞ്ചിക്കപ്പെടുന്നത്? സാത്താനാൽ വഞ്ചിക്കപ്പെടുകയാണ്. 1000 വർഷത്തേക്ക് ദൈവം തന്റെ വചനത്തിലൂടെ ഈ സാത്താനെ ബന്ധനത്തിലാക്കിക്കൊണ്ട് വാതിലടച്ച് മുദ്ര ചെയ്യും. 1000 വർഷം തികയോളം അവൻ ജനങ്ങളെ വഴിതെറ്റിക്കാതിരിക്കുവാനും വഞ്ചിക്കാതിരിക്കുവാനും വേണ്ടിയിട്ടാണ്. അപ്പൊ ദൈവവചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് വെളിപ്പാട് പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ യോഹന്നാൻ ശ്ലീഹായിക്ക് സ്വർഗം വെളിപ്പെടുത്തിയ തിരുവചനങ്ങള് ആ വചനങ്ങളിലൂടെ വ്യാപരിക്കപ്പെടുമ്പോ സാത്താനിക ശക്തികള് കുടുംബത്തിൽ നിന്ന് അപ്രത്യക്ഷമാകും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം വിടുതൽ കിട്ടാൻ വേണ്ടി വചനം. പരിശുദ്ധാത്മാവിൽ നിറയണം. വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കണം. അപ്പൊ അമ്മച്ചി പറഞ്ഞു, ഞാന് ഞായറാഴ്ച പെന്തക്കോസ്ത് തിരുനാൾ വന്നിട്ടുണ്ടായിരുന്നു. ആ ദിവസം ഈ വചനം പറഞ്ഞത് ഞാൻ കേട്ടു. എന്താ? ദൈവത്തിന്റെ വചനം. അത് പറഞ്ഞതുപോലെ തന്നെ ഉരുവിട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ വചനം ഉപയോഗിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ വർഷങ്ങളായിട്ടുള്ള പീഡകളുടെ മേൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെട്ടു. കരങ്ങൾ ഉയർത്തി ഒന്നുകൂടെ സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലർക്ക് ഇത് കേട്ട് അത് ഇപ്പുറത്തെ ചെവിട്ട് പോയി. ആ വചനം ഫലം ചൂടിയില്ല. അതിന് കാരണം പാറപ്പുറത്ത് വീണ ഒരു വിത്തിനെ കുറിച്ച് ദൈവം പറയുന്നുണ്ട്. അവിടെ മണ്ണിൽ ആഴമില്ല. വചനത്തില് വിശ്വാസമില്ലാത്തത് കൊണ്ട് ആ വചനത്തെ ഉപേക്ഷിച്ചു കളഞ്ഞു. വഴിയരിൽ വീണ വിത്ത്, അതുകൊണ്ട് പോയി. മുള്ളിനിടയിൽ വീണ വിത്ത്, അത് ഫലം ചൂടിയില്ല. പാപം ഹൃദയതലങ്ങളില് വ്യാപരിച്ചതുകൊണ്ട് അത് ഫലം ഉണ്ടായില്ല. നല്ല നിലത്ത് വീണു. ഈ സഹോദരി അമ്മച്ചി ഈ വചനം ഹൃദയത്തിൽ സ്വീകരിച്ചപ്പോ അത് 30 മേനിയും 60 മേനിയും 100 മേനിയും ഫലം പുറപ്പെടുവിച്ചു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഒരുപോലെ ഈ വചനം പ്രഘോഷിക്കപ്പെട്ടത് എല്ലാവരിലേക്ക് ഈ വചനം പോയി. പക്ഷേ ഇന്ന കാരണം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നിന്ന് വചനം എടുക്കപ്പെട്ടു. വലിയ അനുഗ്രഹം ഈ കൂട്ടായ്മയിലൊക്കെ വരും. വലിയ അനുഗ്രഹം കിട്ടും. ഈ അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോ പുറത്തോട്ടിറങ്ങുമ്പോ ആരെങ്കിലും ഈ ശുശ്രൂഷയെ കുറിച്ചോ ശുശ്രൂഷകനെ കുറിച്ചോ എന്തെങ്കിലും അപവാദം പറഞ്ഞാൽ ഈ കിട്ടിയ അനുഗ്രഹങ്ങളും കിട്ടിയ ആ വചനവും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് മറുപടിയിലൂടെ കടന്നുപോകും. കാക്ക കൊണ്ടുപോകും. കിളി വന്ന് ഈ വചനം കൊണ്ടുപോകും. വചനം നിലനിൽക്കണം നമ്മളില്. ദൈവത്തിന്റെ ആര് പറഞ്ഞാലും എന്റെ ജീവിതത്തില് ദൈവം പ്രവർത്തിച്ച അത്ഭുത പ്രവർത്തികളെ കുറിച്ച് ഞാൻ പ്രഘോഷിക്കണമെങ്കിൽ എന്നിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കണം. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കിട്ടിയ ദൈവാനുഭവം ഷെയർ ചെയ്താലോ ഇന്ന് ഇവിടെ ഇരിക്കുന്ന ആളുകളല്ല, ഇതിനേക്കാൾ ഉപരിയായിട്ടുള്ള ആളുകള് വരും. കാരണം നമ്മുടെ ജീവിതത്തിൽ കിട്ടിയ ദൈവാനുഭവം എത്ര പേര് പ്രഘോഷിക്കുന്നുണ്ടോ? എത്ര അത്ഭുതം സംഭവിക്കുന്നു ദൈവം ചെയ്ത്. ഇവിടെ നമുക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ, അവിടെ പറയും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ അവർ വിവേചിക്കുന്നത് നമ്മുടെ മാതൃഭാഷയിൽ കേൾക്കുന്നല്ലോ. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തി, ഒരുവന്റെ ജീവിതത്തിൽ ലഭിച്ച അത്ഭുത പ്രവർത്തി അവൻ പ്രഘോഷിച്ചാൽ, അവന്റെ ഭവനത്തിൽ പ്രഘോഷിച്ചാൽ മാറ്റം ഉണ്ടാവോ? ആര് പ്രഘോഷിക്കും? കിട്ടുന്നവർ. ഇത് സ്വാർത്ഥതയുടെ ഒരു കാലഘട്ടോ. എന്റെ ജീവിതത്തിൽ അനുഗ്രഹം ഒരു സ്ഥലത്ത് പോയി കിട്ടുന്നുണ്ടെങ്കിൽ അത് ആരോടും പറയത്തില്ല. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റാത്ത? പരിശുദ്ധാത്മാവിന്റെ നിറവില്ലാത്തത് കൊണ്ട്, പരിശുദ്ധാത്മാവിന്റെ ശക്തി നിറയപ്പെടാത്തത് കൊണ്ട് ഈ അപ്പസ്തോലന്മാർ ചെയ്ത പ്രവൃത്തി നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇതിനുശേഷം നമ്മൾ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങി ചെല്ലുമ്പോ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട്. പ്രഘോഷിച്ചോ? എന്തിനാ ഇങ്ങോട്ട് വിട്ടതിന്? ഈ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പ്രഘോഷിക്കാൻ വേണ്ടിയിട്ടാ. എന്റെ ജീവിതത്തില് എന്റെ ഇടയിൽ ഞാൻ പ്രാർത്ഥിച്ചപ്പോ എന്റെ ഇടയില് ദൈവം ചെയ്ത അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പ്രഘോഷിക്കുവാനാണ്
ദൈവം ഭൂമിയിൽ ഒരു മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇത് ലഹരി പിടിച്ചിരിക്കുക. ഇതൊക്കെ പറയും, എന്നും പറയും. ഇത് കരസ്മാറ്റിക് ആണോ, അങ്ങാത്തുലിയാണോ, മറ്റതാണെന്നൊക്കെ പറയും, പലതും പറയും. പക്ഷെ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞപ്പോ പത്രോസ് മറ്റു 11 പേരോടൊപ്പം എഴുന്നേറ്റ് നിന്ന് ഉച്ചസ്വരത്തിൽ അവരോട് പറഞ്ഞു, യഹൂദ ജനങ്ങളെ, ജെറുസലേമിൽ വസിക്കുന്നവരെ, ഇത് മനസ്സിലാക്കുവേൻ, എന്റെ വാക്ക് ശ്രദ്ധിക്കുവേൻ. നിങ്ങൾ വിചാരിച്ചതുപോലെ ഇവർ ലഹരി പിടിച്ചതല്ല. കാരണം ഇപ്പോൾ ദിവസത്തിന്റെ 3-ാം മണിക്കൂറേ ആയിട്ടുള്ളൂ. മറിച്ച് ജോയേൽ പ്രവാചകൻ പറഞ്ഞതാണിത്. ദൈവം അരുളി ചെയ്യുന്നു, അവസാന നാളുകളിൽ എല്ലാ മനുഷ്യരുടെ മേൽ എന്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. നിങ്ങളുടെ പുത്രിമാരും പുത്രന്മാരും പ്രവചിക്കും. നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനമുണ്ടാകും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നം കാണും. എന്റെ ദാസന്മാരുടെയും ദാസിമാരുടെ മേൽ ഞാൻ എന്റെ ആത്മാവിനെ വർഷിക്കും. അവർ പ്രവചിക്കുകയും ചെയ്യും. ആകാശത്തിൽ അത്ഭുതങ്ങളും ഭൂമിയിൽ അടയാളങ്ങളും ഞാൻ കാണിക്കും. രക്തവും അഗ്നിയും ധൂമമടലുകളും കർത്താവിന്റെ മഹനീയോ പ്രകാശപൂർണമായ ദിനം വരുന്നതിന് മുമ്പ് സൂര്യൻ അന്ധകാരമയോ ചന്ദ്രൻ രക്തമായി മാറും. കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷ പ്രാപിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താ ഈശോയെ എന്ന് വിളിക്കാനുള്ള വലിയ പ്രേരണ കർത്താവിന്റെ ആത്മാവ് നമുക്ക് തരും. ഈശോയെ എന്ന് വിളിക്കാനുള്ള ശക്തി തരും. പലർക്കും വിളിക്കാനൊന്നും പറ്റത്തൊന്നുമില്ല. നമ്മളിങ്ങനെ പൊളിയത്തില്ല, സ്വരങ്ങി പുറത്തോട്ട് വരത്തില്ല. ഇത് വരണമെങ്കിൽ, ഈ അത്ഭുത പ്രവൃത്തി പ്രഘോഷിക്കപ്പെടണമെങ്കിൽ, ഈശോ എന്ന് വിളിക്കണമെങ്കിൽ ആര് വരണം? അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും, യേശു ക്രിസ്തു എന്ന അധികാരമുള്ള നാമത്തെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഇസ്രായേൽ ജനങ്ങളെ, ഈ വാക്ക് കേൾക്കുവിൻ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ദൈവം നസ്രായനായ യേശുവിനെ താൻ അവൻ വഴി നിങ്ങളുടെ പ്രവർത്തിച്ച മഹത്തായ കാര്യങ്ങൾ കൊണ്ട്, തന്റെ അത്ഭുത കൃത്യങ്ങളും അടയാളങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തുന്നു. ദൈവം ചെയ്ത പ്രവർത്തികളെല്ലാം സാക്ഷ്യമാണ്, അത്ഭുത പ്രവർത്തികൾ. അപ്പസ്തലന്മാർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ എന്ത് സംഭവിച്ചു? അവിടെ വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചു. അത് ആരുടെ ഗുണം കൊണ്ടാ? അപ്പസ്തലന്മാരുടെ ഗുണങ്ങളിൽ അവരുടെ പ്രാർത്ഥന. അവർ പ്രാർത്ഥിച്ചു. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് കൂട്ടായ്മയിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആത്മീയ ശക്തി വ്യാപരിക്കപ്പെട്ടപ്പോ ഇവിടെ നമ്മൾ ശ്രദ്ധിച്ച് ഓരോ ശുശ്രൂഷയുടെ ആരംഭത്തില് പരിശുദ്ധാത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ ദൈവിക രക്തത്താൽ കഴുകപ്പെടുവാൻ വേണ്ടി ആഗ്രഹിക്കുക. ഈ ദൈവം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമല്ല, ഈ ദൈവം വിശ്വാസത്തിലൂടെ, പരിശുദ്ധ കുർബാനയിലൂടെ, പരിശുദ്ധ കൂദാശയിലൂടെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളില് ഈ ദൈവ സാന്നിധ്യം നിറഞ്ഞു നിൽക്കുകയാണ്. ഓടി നടക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഉണ്ട്. നമ്മൾ ആ ഉള്ളതിനെ ഒന്ന് ജ്വലിപ്പിക്കാൻ നമ്മൾ ഒരുമിച്ച് കൂടുന്നു. ആ ശക്തി ഒന്ന് ജ്വലിപ്പിക്കുവാൻ വേണ്ടി നമ്മൾ ദേവാലയത്തില് ഈ ആഴ്ചകളില് നമ്മൾ ഒരുമിച്ച് കൂടുന്നതിന് വേണ്ടിയിട്ട്, ആത്മീയ അഭിഷേകം ഒരിന്നൂടെ കത്തിപ്പടരാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ നിന്ന് അത്രയും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, നന്നായിട്ട് സ്തുതിക്കാൻ പറ്റത്തില്ല. സ്തുതിക്കുന്നവരുടെ കൂടെ ഇരുന്നാലോ, കളിയാക്കുന്നവരുടെ കൂടെ ഇരുന്നാൽ ഇത് വളരത്തില്ല. കളിയാക്കി എല്ലാത്തവരുടെ ഇടയിൽ പോയിരുന്നു നമ്മൾ പ്രാർത്ഥിച്ച് നമ്മൾ ആത്മീയ അഭിഷേകത്തിൽ നിറയപ്പെടുമ്പോ, കളിയാക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ പതറിപ്പോവും. ആരെങ്കിലും നമ്മുടെ എന്തെങ്കിലും പറഞ്ഞാൽ നമ്മൾ പതറിപ്പോവും. അപ്പൊ നമ്മൾ ആത്മാവിന്റെ അഭിഷേകത്തില് നിറയപ്പെടണം. പത്രോസൊക്കെ സംഭവിക്കുന്ന സംഭവം ചിന്തിച്ച് നോക്കി. യോഹന്നാനൊക്കെ ആത്മാവിന്റെ അഭിഷേകം ലഭിച്ചു. അത്ഭുത പ്രവർത്തികളെ കുറിച്ച്, ഈശോ ചെയ്ത അത്ഭുത പ്രവർത്തികളെ കുറിച്ച് അവർ പ്രവേശിക്കാൻ തുടങ്ങി. അവൻ ദൈവത്തിന്റെ നിശ്ചിത പദ്ധതിയും പൂർവ്വ ജ്ഞാനം അനുസരിച്ച് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെട്ടു. അധർമ്മികളുടെ കൈകളാൽ അവനെ നിങ്ങൾ കുരിശിൽ തറച്ചു. എന്നാൽ ദൈവം അവനെ മൃത്യുപാശത്തിന് നിന്ന് വിമുക്തമാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമാണ്. മരണത്തിന്റെ പിടിയിൽ പ്രാർത്ഥിക്കുമ്പോ മരണത്തിന്റെ പിടിയിൽ കഴിയുന്ന ഒരുവനില് ഉത്ഥാനത്തിന്റെ ദൈവിക ശക്തി വെളിപ്പെടുമ്പോ മരണത്തിന്റെ പിടിയിൽ നിന്ന് അവള് മോചിതനാകും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോ മരണത്തിന്റെ പിടിയില് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആളുടെ അടുത്ത് ഒന്ന് പ്രാർത്ഥിക്കുമ്പോ അവർ ആ മരണത്തിന്റെ പിടിയിൽ നിന്ന് സ്വതന്ത്രമാകും. കാരണം അവനില് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു വെളിപ്പെടും. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുക എന്താ സംഭവിക്കുന്നേ? രോഗികളായിരിക്കുന്ന അടുത്ത് എന്ന് നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ
ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു, മരണത്തെ അതിജീവിച്ച ക്രിസ്തു സാന്നിധ്യം അവരിൽ വെളിപ്പെടുമ്പോ മരണത്തിന്റെ പിടിയിൽ നിന്ന് അവർ സ്വതന്ത്രമാകുമെന്ന് കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആരാ? യേശു വെളിപ്പെടുക. മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമാണ്. യേശു ഇപ്പൊ ദൈവ സാന്നിധ്യം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ രോഗിയായി മരണശയ്യയിൽ കിടക്കുമ്പോ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ, ദൈവജനം പ്രാർത്ഥിക്കുമ്പോ എന്താ സംഭവിക്കുന്നത്? മരണത്തിന്റെ പിടിയിൽ നിന്ന് യേശു അവരെ സ്വതന്ത്രമാക്കും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. സ്വതന്ത്രമാവും. എന്ത് പിടിയിലാണെങ്കിലും ദൈവശക്തി വെളിപ്പെടുമ്പോ, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം വെളിപ്പെടുമ്പോ ആ പിടിയിൽ നിന്ന് നമ്മള് പൈശാചിക ശക്തിയുടെ പിടിയിലാണ്. ഒരമ്മ കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് എന്നെ പറഞ്ഞു, മകൻ എങ്ങോട്ട് പോയിരിക്കോ, തിരിച്ചു വരുന്നില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ വെച്ച് ഒരു കാര്യം ചെയ്യ്, പൊക്കോളാൻ പറഞ്ഞു. ഒരു ദേവാലയം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ദേവാലയത്തിൽ പോയി അവിടെ പോയി പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ദേവാലയത്തിൽ പോയി നമ്മച്ച് പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിട്ട് ഫോൺ വിളിച്ച് എന്നോട് പറഞ്ഞു, 2 ദിവസമായിട്ട് കാണാനില്ല മകൻ, ഞാൻ വരുന്നതിന് മുമ്പ് എൻ്റെ വീട്ടില് തിരിച്ചെത്തി. അവൻ പൈശാചിക പിടിയിൽ നിന്ന്, അന്ധകാരത്തിന്റെ പിടിയിൽ നിന്ന് അവൻ സ്വതന്ത്രമായത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം അമ്മച്ചിയുടെ പ്രാർത്ഥനയിലൂടെ അവന്റെ ശരീരത്തില് വെളിപ്പെട്ടപ്പോഴാണ്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? ക്യാൻസറാ രഹസ്യമായിട്ട് വെച്ചേക്കും. ക്യാൻസർ പിടിവിട്ടിരിക്കുക. ആരെങ്കിലും അറിഞ്ഞ നാണക്കേടാ, ആരോടും പറയരുത്. പ്രിയപ്പെട്ടവര്, അങ്ങനെയുള്ളവര് പലരോട് പറയുമ്പോ അവര് ദേവാലയത്തിലായിരിക്കുമ്പോ പരിശുദ്ധാത്മാവ് അവർക്ക് ഉൾപ്രേരണ കൊടുക്കും. ആ ചേച്ചിയുടെ മുഖം അല്ലെങ്കിൽ ചേട്ടന്റെ മുഖം കാണിച്ചു കൊടുത്തിട്ട് പറയും, പ്രാർത്ഥിക്കാൻ പറയും. പ്രാർത്ഥിക്കുമ്പോ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം അവരിൽ വെളിപ്പെടുമ്പോ അവരെ പിടികൂടിയിരിക്കുന്ന മരണത്തിന്റെ അവസ്ഥയ്ക്ക് അവരെ അവസ്ഥയിൽ കൊണ്ടുപോകാൻ പറ്റുമോ? ആ അവസ്ഥയിൽ നിന്ന് അവർ സ്വതന്ത്രമാകും. പിശാച് പറഞ്ഞു കൊടുക്കുന്ന ചില സാധനമാണ്, അല്ലെങ്കിൽ ഈ ബുദ്ധിക്കകത്തെ അന്ധകാരമാണ്. രോഗം വന്ന് ആരോടും പറയരുത്, രഹസ്യമായിട്ട് വെച്ച് പറഞ്ഞാ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച മരണത്തിന്റെ പിടിയിൽ കഴിയുക അവർക്ക് അസാധ്യമാണ്. കാരണം ഉയർത്തെഴുന്നേറ്റവൻ അവരുടെ ഉള്ളിലുണ്ട്. കരം ഉയർത്തുന്നോട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ദൈവവനെ മൃത്യുവാസത്തിൽ നിന്ന് വിമുക്തമാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ പിടിയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിക്കുന്നു. ദാവീദ് എന്താ പറഞ്ഞേ? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ദാവീദ്. സങ്കീർത്തനങ്ങൾ എന്താ? ദാവീദിന്റെ പ്രാർത്ഥനയാ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ ദൈവത്തെ ദാവീദ് സദാസമയം കൺമുമ്പില് കണ്ടുകൊണ്ടിരുന്നു. കരമുയർത്തുന്നോട് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക് ആരെ കാണാൻ പറ്റും? ദൈവത്തെ മുഖാമുഖം കാണാനായിട്ട് സാധിക്കും. കാര്യസാധ്യതയുള്ള പ്രാർത്ഥനയല്ല, ദൈവത്തോടുള്ള സ്നേഹം, ദൈവത്തോടുള്ള അനന്തമായ സ്നേഹത്തില് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി. അത് ദൈവത്തോട് പ്രാർത്ഥന എന്താ? ദൈവത്തോടുള്ള സംസാരമാണ്. ഭാഷവരെന്താ? പരസ്യം പറയാ, ദൈവത്തോടുള്ള സംഭാഷണമാണ് ഭാഷാപരം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ ദൈവത്തോട് സംഭാഷണം നടത്തുക. മറ്റു മറുഭാഷകൾ കിട്ടും, ഭാഷാപരം കിട്ടും. പാരണ സംസാരിക്കുന്നത് ദൈവത്തോട് സംസാരിക്കുക. പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തോട് സംഭാഷണത്തില് ഏർപ്പെടുക. സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആര് വെളിപ്പെടും? തന്നെ അവിടുന്ന് ആ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി, ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിക്ക് ദൈവം തന്നെ വെളിപ്പെടുന്നു. ദാവീദ് ദൈവത്തെ സദാസമയം മുന്നിൽ കണ്ടുകൊണ്ടിരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് എന്റെ വലതുവശത്തുണ്ട്. വല്ലൊക്കെ കേൾക്കുമ്പോ, വല്ലൊക്കെ കാണുമ്പോ എന്ത് സമയം പതറിപ്പോകും. സദാ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ
പതറിപ്പോകാതിരിക്കുവാൻ വലിയ സംഭവങ്ങളൊക്കെ അപ്പുറത്ത് സംഭവിക്കും. ആയിരങ്ങളും പതിനായിരങ്ങളും ഒക്കെ വീഴും, മരിച്ചു വീഴും. എന്നാൽ നിനക്ക് ഒരനർത്ഥവും സംഭവിക്കില്ല. ആരുണ്ട് കൂടെ? ദൈവം കൂടെ നിൽക്കുക. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വല്ല സംഭവിക്കും. അതൊക്കെ കണ്ട് പരിഭ്രമിക്കണ്ട. കർത്താവ് എന്ത് ചെയ്യുന്നു? അവിടെ വചനം ശ്രദ്ധിച്ചേ. ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് എന്റെ വലതുവശത്ത് ഉണ്ടോ. ഇതാ ഈ പതറിപ്പോകും അവിടെയാണ് സംഭവിക്കുന്നത്. വലതുവശത്ത് ഉണ്ടെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലോ, കൺമുമ്പിൽ ദർശിച്ചാൽ, ഒരു പ്രാർത്ഥിക്കുന്ന വ്യക്തി ദൈവത്തെ കൺമുമ്പിൽ ദർശിച്ചാൽ ആ വലതുവശത്തിരിക്കുന്നവൻ വലതുവശം ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിലേക്ക് കടന്നു വന്നാൽ ഒരിക്കലും പതറിപ്പോകാതെ പ്രാർത്ഥിക്കുവാൻ അവന് കൃപ ലഭിച്ചിരിക്കും. കരമേർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? പ്രിയപ്പെട്ട, ഒരു രോഗശാന്തി കിട്ടിയില്ല അന്നേരം പണങ്ങോ? ഇതെന്നാ രോഗശാന്തി വരുന്ന അറിയത്തില്ല. നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. നീ രോഗിയായിരിക്കുമ്പോ, നീ തകർച്ചയിലായിരിക്കുമ്പോ, നീ ദാരിദ്ര്യത്തിലായിരിക്കുമ്പോ, നീ കടബാധയിലായിരിക്കുമ്പോ, നീ ഒരു വലിയ അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ ദൈവമായ കർത്താവിനെ നിന്റെ കൺമുമ്പിൽ നിനക്ക് ദർശിക്കാൻ സാധിക്കും. നീ പതറിപ്പോകാതിരിക്കുവാൻ അവിടെ നിന്റെ വലത് ഭാഗത്ത് ഉപേക്ഷനാണ്. കരമേർത്തുന്നോട് സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്ത് രസാ പ്രിയപ്പെട്ടവരെ ഈ ദൈവത്തെ കാണുവാനും. ഈ സഹനം എന്തിനാ? ഉരുണ്ട് വീണു, അല്ലെ രോഗം വന്ന് അന്നേരം പോകും. എന്തോ കുഴപ്പം പറ്റിയതുപോലെ വിട്ടുപോകും. ഞാൻ ഈ വരത്തില്ല കേട്ടോ, എനിക്ക് ഇന്ന അസുഖം വന്നിരിക്കുക, അല്ലെങ്കിൽ ഇന്ന പ്രശ്നം വന്നിരിക്കുക. ഈ പ്രശ്നം വരുമ്പോ എന്താ സംഭവിക്കണ്ടേ? നമ്മൾ കർത്താവിന്റെ ഒരു പ്രശ്നം വന്നു. അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി മകൻ ഈ പ്രശ്നം വരാൻ കാരണം ഈ ആത്മീയ ശുശ്രൂഷയ്ക്കിട്ട് പണി കൊടുത്തിട്ടാണെന്ന് തിരിച്ചറിഞ്ഞൊരമ്മ കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച വന്നാ പ്രസിഡന്റ് പണി തന്നാ, നല്ല പണി, ഊറ്റം പണി നടത്തി. അപ്പോഴൊക്കെ നമ്മൾ ക്ഷമിച്ച് പ്രാർത്ഥിക്കും. എന്നോടൊന്ന് ചോദിച്ചാൽ ക്ഷമ ചോദിച്ചു, എന്റെ മകനോട് ബ്രദർ ഒന്ന് ക്ഷമിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ മറുപടി പറഞ്ഞു, എന്തറിയോ, ഞാൻ ക്ഷമിച്ചത് കൊണ്ടാണ് ദൈവസന്നിധിയിൽ ഇന്നും നിലനിൽക്കുന്നത്. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ഒരു 4 പ്രാവശ്യം 3-4 പ്രാവശ്യം എന്നോട് ചോദിച്ചു, എന്റെ മകനോട് ഒന്ന് ക്ഷമിക്കാമോ? നമ്മുടെ കപ്പിയാരച്ചനെ കേട്ടോണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, എനിക്കിട്ട് നല്ല താങ്ങ തന്നെ, ചെറിയ താങ്ങല്ല, നല്ല ഒരു ആത്മീയ ശുശ്രൂഷയെ തകർത്തു കളയാനുള്ള സകല പദ്ധതികളും പിശാച് ആ വ്യക്തിയിലൂടെ പ്രവർത്തിച്ചു, നന്നായിട്ട് പ്രവർത്തിച്ചു. ക്ഷമിക്കാൻ ദൈവം പറയോ, ശത്രുക്കളോട് നിരുപാധിക ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ അവരിൽ ഉണ്ടാകുന്നതിന്റെ പേരാണ് മാനസാന്തരം. അപ്പൊ എന്തുണ്ടായി? മാനസാന്തരം ഉണ്ടാവോ? അപ്പൊ അമ്മയ്ക്ക് മനസ്സിലായി. അന്ന് പറഞ്ഞ ഞാനൊരു 3 പേരെ പറഞ്ഞു വിട്ടു, മോനോട് പറ, ഈ അമ്മയോടും പറഞ്ഞു മകനോടും പറഞ്ഞു, ആവശ്യമില്ലാതെ കാര്യങ്ങൾ ചെയ്യരുത്, ചെയ്താൽ അതിന്റെ അനർത്ഥങ്ങൾ. എന്നുവെച്ചാൽ പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാവം, ഒരു ആത്മീയ ശുശ്രൂഷയെ തടസ്സപ്പെടുത്തുക അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മ ചെയ്യുക എന്ന് പറയുന്നത് ആ ദൈവം ചെയ്തോളൂ. അപ്പസ്തോല പ്രവർത്തനം അത് വ്യക്തമായിട്ട് പറയുന്നു. ആ വിട്ടേക്കാൻ പറഞ്ഞു, ഗമാലിയൽ പറഞ്ഞു, അവിടെ വിട്ടേരും, അത് ഇഷ്ടമുള്ള പോലെ അത് അതങ്ങ് പൊക്കോടും. അത് പരിശുദ്ധാത്മാവിന്റെ അല്ലെങ്കിൽ അത് തീർന്നു പൊക്കോളും. പരിശുദ്ധാത്മാവിന്റെ ആണെങ്കിൽ അതിനെ തൊടാൻ പോയേക്കരുത്. തൊട്ടാൽ എന്തറിയും? ആ പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. പരിശുദ്ധാത്മാവിനെതിരായിട്ടുള്ള പാപം ഒരിക്കലും ക്ഷമിക്കപ്പെടത്തില്ല. ഒരു ആത്മീയ ശുശ്രൂഷ ചെയ്യിപ്പിക്കുന്ന ആരാ? പരിശുദ്ധാത്മാവാ. അതിനെതിരായിട്ടൊന്നും പറയാം. അതിന്റെ അഭിഷിക്തനെ തൊട്ടുപോകരുത്. ഞാൻ അഭിഷേകം ചെയ്ത ഒരു വ്യക്തിയെ തൊട്ടുപോകരുത്. ഞാൻ പ്രവാചകനായിട്ട് ഉയർത്തിയ ഒരു വ്യക്തിയെ എതിരായിട്ട് ഒന്നും പറയരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. എന്റെ അഭിഷിക്തനെ, ഞാൻ അഭിഷേകം ചെയ്തവനെ തൊട്ടുപോകരുത്, എന്റെ പ്രവാചകരെ ഒന്നും പറയരുതെന്ന് കർത്താവ് കൽപ്പിച്ചിട്ടുണ്ട്. അവരവരുടെ വഴിക്ക് വിട്ടേരും. ഇഷ്ടമില്ലെങ്കിൽ ഇഷ്ടമില്ലാത്തൊരു പൊക്കോണം, ഒരു കുഴപ്പമില്ല, ഒന്നും പറഞ്ഞേക്കരുത്. ഈ പത്രോസ് മീൻ പിടിച്ച പാർട്ടി, ഇവരെല്ലാം മീൻ പിടുത്തക്കാരായിരുന്നു. നല്ല വാക്കുകളൊന്നും സംസാരിച്ചവരായിരിക്കണമെന്ന് സാധ്യതയൊന്നുമില്ല. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞപ്പോ ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് അവർ പ്രഘോഷിച്ചു. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. തെരഞ്ഞെടുക്കുന്ന ദൈവമാണ്.
പ്രഘോഷിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ് പ്രഘോഷിപ്പിക്കുന്നത്. ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ആത്മാവ് എവിടെ പറയാ? കർത്താവിനെ, ദാവീദിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിക്കുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവിടെ നിന്റെ വലതുവശത്തുണ്ട്. എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് സ്തോത്രം ആലപിച്ചു. എന്റെ ഹൃദയം ദൈവത്തെ കാണുമ്പോ ഹൃദയം സന്തോഷിക്കും. ചില പറയും ഇവിടെ വന്നു കഴിയുമ്പോൾ വലിയ സമാധാനം കിട്ടി. ചില പറയും ബ്രദറിന്റെ അടുത്തൊന്ന് സംസാരിച്ച വലിയ സമാധാനം. ആരെ കാണുമോ? നിരാശയിൽ വരുന്നു, പ്രത്യാശയില്ലാതെ വരുവോ? ശരിയാകൂല്ലോ, ദൈവം അത്ഭുതം പ്രവർത്തിക്കൂല്ലോ എന്ന് ഒരു വാക്ക് പറയുമ്പോൾ, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു വാക്ക് പറയുമ്പോൾ അതിലൂടെ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവേശിച്ച് അവർക്ക് വലിയ ആനന്ദം കർത്താവ് കൊടുക്കും. കരമേറി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? എന്റെ ഹൃദയം സന്തോഷിച്ചു, എന്റെ നാവ് സ്തോത്രം ആലപിച്ചു, ശരീരം പ്രത്യാശയിൽ നിവസിക്കും. പ്രത്യാശ ഉണ്ടാവും ശരീരത്തില്. ജീവിക്കാനുള്ള ഒരു പ്രത്യാശ ദൈവം ഉള്ളിൽ കൊടുക്കുക. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോ കർത്താവിനെ കൺമുമ്പിൽ ദർശിക്കും. അപ്പൊ ദൈവം വലതുവശത്തുണ്ടെന്നുള്ള ബോധ്യം പരിശുദ്ധാത്മാവ് തരും. അതുകൊണ്ട് ഇനി പേടിക്കാനൊന്നുമില്ല. ആരുണ്ട് വലതുവശത്ത്? പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അവൻ പതറിപ്പോകാതിരിക്കാൻ എന്റെ വലതുവശത്ത് യേശു ഉപവിഷ്ടനാണ്. ഒന്നും സംഭവിക്കത്തില്ല. ചില തകർച്ചയൊക്കെ വരുമ്പോൾ, ചില പ്രശ്നം വരുമ്പോൾ ഒരു സുഖമുള്ള സാധനമല്ല ആത്മീയ ശുശ്രൂഷ. ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് നല്ല പണി തരും. ഇവിടുന്ന് പണി വരുന്ന അറിയത്തില്ല. നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിൽ നിന്ന് ഈ ആത്മീയ ശുശ്രൂഷയ്ക്ക് പണി വരും. അപ്പൊ നമ്മൾ പ്രാർത്ഥിക്കും, ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ദൈവം ചില കാര്യങ്ങള് വെളിപ്പെടുത്തും. ശാന്തമായിരിക്കാൻ പറയും. ഞാൻ നിന്റെ വലതുവശത്തുണ്ട്, തക്ക സമയത്ത് ഞാൻ നിന്നെ ഉയർത്തും. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? എന്നാൽ എന്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. എന്റെ ആത്മാവിനെ പാതാളത്തില് ദൈവം ഉപേക്ഷിക്കുകയില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. ഒരു ജീർണതയിലേക്കും അവിടുത്തെ പരിശുദ്ധനെ കൊണ്ടുപോകത്തില്ലെന്ന് കർത്താവ് ഉറപ്പു തരികയാണ്. ഒരു ജീർണത ഉണ്ടാകത്തില്ല. ലാസർ മരിച്ചു, അവരെന്താ പറഞ്ഞേ? ജീർണിച്ചിരിക്കുക. അവിടുത്തെ പരിശുദ്ധിയിലേക്ക് അവനെ വിളിക്കുക. ആര് വന്നിരിക്കുക? യേശു വന്നിരിക്കുന്നതിന് വേണ്ടിയാ. ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് ലാസറിനെ വിളിച്ചപ്പോ അവന്റെ ശരീരം പോയിട്ടില്ല. ആ അഴുകിയ അവസ്ഥയിൽ നിന്ന് ദൈവം, അവിടുത്തെ പരിശുദ്ധൻ ഒരിക്കലും അഴുകുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. കാരണം ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ വചനം അവന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കിടുമ്പോ അഴുകത്തില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. അപ്പൊ നമ്മള് ദൈവത്തിന്റെ പരിശുദ്ധിയിലേക്ക് ദൈവജനം കടന്നു വന്നാൽ ഒരു തരത്തിലുള്ള ജീർണതയും, ശരീരത്തിന്റെ ജീർണതയല്ല, അവന്റെ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ജീർണതയും ഉണ്ടാകത്തില്ല എന്ന് ദൈവം ഉറപ്പു തരുന്നു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ആത്മീയ മേഖലയിലോ ഭൗതിക മേഖലയിലോ ശാരീരിക മേഖലയിലോ ഒരു തരത്തിലുള്ള ജീർണതയും സംഭവിക്കത്തില്ല. അവിടുത്തെ പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവൻ അവിടുത്തെ പരിശുദ്ധിയിൽ നിലനിന്നാൽ അവന്റെ ജീവിതത്തിൽ യാതൊരു തരത്തിലുള്ള ജീർണതയും സംഭവിക്കത്തില്ല എന്ന് അപ്പോസ്തല പ്രവർത്തനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പൊ ജീർണത വരുന്നിടത്ത് ആ ജീർണത മാറണമെങ്കിലോ അവിടെ ആര് വരണം? ദൈവത്തിന്റെ ശക്തി സാന്നിധ്യം വരണം. അവിടുത്തെ പരിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കുന്ന പരിശുദ്ധിയിലേക്ക് വന്നാൽ ജീർണത പോവും. ഒരു 13 ആഴ്ച കൂടാനേ എന്ന് പറയുമ്പോൾ എന്താ എന്റെ അർത്ഥം? അവന്റെ പരിശുദ്ധിയിലേക്ക് യേശു വചനത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാൻ 13 ആഴ്ച കർത്താവിന്റെ തിരുസന്നിധി വരുമ്പോ അവന്റെ ജീർണതയെ ഇല്ലായ്മ ചെയ്യുന്ന ദൈവത്തിന്റെ പരിശുദ്ധി അവനിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോ കടബാധ്യതകള്, രോഗങ്ങള്, തകർച്ചകള്, ഇല്ലായ്മകള് എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് ഒരിക്കലും സമ്മതിക്കത്തില്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? അപ്പൊ ആ പരിശുദ്ധിയിലേക്ക് വിളിച്ചിരിക്കും. ദൈവം വിളിച്ചിരിക്കുന്നില്ല പരിശുദ്ധിയിലേക്ക്. പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കൊന്നും സംഭവിക്കത്തില്ല. ഉറങ്ങിയൊന്നും സംഭവിക്കത്തില്ല.
പ്രാർത്ഥിച്ചാൽ സംഭവിക്കും. ദാവീദ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഓർത്തേക്കേ, 150 സങ്കീർത്തനം എഴുതി വെച്ചിരിക്കുന്നു. എന്തുമാത്രം പ്രാർത്ഥനയാണ്! ദാവീദിന്റെ പ്രാർത്ഥനയാണ് സങ്കീർത്തനം. അപ്പൊ ഏതെല്ലാം തലങ്ങളിലാണ് ദാവീദ് പ്രാർത്ഥിച്ചിരുന്നത്. ആ പ്രാർത്ഥിച്ചിരുന്ന ദാവീദിന് മുമ്പില് ദൈവം പ്രത്യക്ഷനായി. കൺമുമ്പിൽ കാണുക. പ്രാർത്ഥിക്കുന്നവർക്ക് കൺമുമ്പിൽ ആരെ കാണാൻ പറ്റും? ദൈവത്തെയും ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികൾ കാണാൻ സാധ്യമാകുമെന്ന് ദൈവത്തിന് നമുക്ക് പ്രശ്നം വരുമ്പോൾ അതിന്റെ ക്ഷീണമായി. പിന്നെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുക. എവിടെ ഏൽപ്പിക്കുക? ഓരോ സ്ഥലങ്ങളിൽ സെന്ററിൽ വിളിച്ചു പറയും, പ്രാർത്ഥിച്ചു. നിങ്ങൾ പ്രാർത്ഥിച്ചു. എവിടെയാ പരിശുദ്ധി വരണ്ടേ? നമ്മളിലാണ്. ആരാ കാണണ്ടേ? അവിടെ ഇരിക്കുന്നവരെല്ലാം കണ്ടോണ്ടിരിക്കുക. ഇവിടെ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുമ്പോ ഇവിടെ പ്രാർത്ഥിക്കുന്നവര് ദൈവത്തെ കൺമുമ്പിൽ കണ്ടോണ്ടിരിക്കുക. ആര് കാണാനാ സഹനം അയക്കുന്നത്? ഞാനും നിങ്ങള് ദൈവത്തെ മുഖാമുഖം കാണുവാൻ ദൈവം ജീവിതങ്ങളിലേക്ക് സഹനം അയക്കും. ആ സഹനത്തെ അതിജീവിക്കുവാൻ ദൈവം കൃപ തരും. ഒരുത്തനും ജീർണിക്കുവാൻ അവിടുത്തെ പരിശുദ്ധിയിൽ ജീവിക്കുന്ന ഒരുവന്റെ ജീവിതത്തിൽ ജീർണത കടന്നു വരത്തില്ല. കരമേർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? നമുക്ക് മടിയാന്നേ. ഒരാഴ്ച വന്ന മഴ, കാറ്റ്, വെള്ളപ്പൊക്കം വരണോ? പശുവുണ്ട്, ആടുണ്ട്, കുഞ്ഞുങ്ങൾ വീട്ടിലുണ്ട്. അതുകൊണ്ട് മുല കുടിക്കുന്ന കുഞ്ഞുങ്ങളെയൊക്കെ എടുത്തോണ്ട് വരാനാ കർത്താവിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുന്നു. എല്ലാരും കൊണ്ടുവരാൻ. എന്തെല്ലാം ഒഴിവൊഴിവുകളാന്ന് ഓർത്തേക്ക്. ഞാൻ ഏകദേശം എനിക്കൊന്ന് 20 വർഷത്തോളം ശുശ്രൂഷ ചെയ്യാൻ തുടങ്ങി. ഒരു ദിവസം പോലും മുടങ്ങാൻ ദൈവം അനുവദിച്ചിട്ടില്ല ഇതുവരെ, ഇന്ന് വരെ. പ്രാർത്ഥിക്കുക. പനി പിടിച്ചൊക്കെ വന്ന് കയറി നിൽക്കും. നല്ല ചുമയെ. അപ്പൊ ഞാൻ വിചാരിക്കും ചുമച്ച് ആകപ്പാടെ അവിടുന്ന് കയറുമ്പോ തമ്പുരാനെന്ന് വിളിച്ച കയറുന്നേ. ഇവിടെ വരുമ്പോ ഒരു രോഗത്തിനും അവിടെ നമ്മുടെ ശരീരത്തിന്റെ മേൽ അവകാശവും ഇല്ല, അധികാരവും ഇല്ല. കർത്താവിന്റെ തിരുസന്നിധിയില് പ്രവേശിക്കപ്പെടുമ്പോ, അവിടുത്തെ പരിശുദ്ധിയിലേക്ക് പ്രവേശിക്കപ്പെടുമ്പോ ഒരു രോഗത്തിനും നമ്മുടെ ശരീരത്തിന്റെ മേൽ ആധിപത്യമില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? സഹോദരി, ഗോത്രപിതാവായ ദാവീദിനെ കുറിച്ച് നിങ്ങളോട് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞുകൊള്ളട്ടെ. അവൻ മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അവന്റെ ശവകുടീരം ഇന്നും നമ്മുടെ ഇടയിൽ ഉണ്ടല്ലോ. അവൻ പ്രവാചകനായിരുന്നു. തന്റെ അനന്തരഗാമികളിൽ ഒരാളെ തന്റെ സിംഹാസനത്തിൽ ഉപേക്ഷനാക്കുമെന്ന് ദൈവം അവനോട് ചെയ്ത ശപഥം അവൻ അറിയുകയും ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൻ പാതാളത്തിൽ ഉപേക്ഷിക്കപ്പെടുകയില്ല, അവന്റെ ശരീരം ജീർണിക്കുവാൻ ഇടയാകുകയില്ല എന്ന് ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ മുൻകൂട്ടി ദർശിച്ചുകൊണ്ട് അവൻ പറഞ്ഞത്. ദാവീദ് കണ്ടത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തെ കുറിച്ചാണ്. ദാവീദ് ഉയർത്തെഴുന്നേറ്റവനെ കുറിച്ചാണ് ദാവീദ് പ്രഘോഷിച്ചത്. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഇവിടെ ദാവീദ് എന്ന് പറയുന്നത് ചിന്തിച്ചു നോക്കി. പരിശുദ്ധാത്മാവിന്റെ വെളിപ്പെടുത്തൽ ചിന്തിച്ചു നോക്കി. എന്നാ ദാവീദ് പറയുന്നത് ക്രിസ്തുവിന് മുമ്പാണ്. പക്ഷെ ദാവീദ് പറഞ്ഞു വെച്ചിരിക്കുക, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ച് ആര് പ്രഘോഷിച്ചു? പ്രിയപ്പെട്ടവരെ, സ്വർഗീയമായ കാര്യങ്ങള്, സ്വർഗീയമായ പ്രവർത്തികളെ കുറിച്ച് മുൻകൂട്ടി തന്നെ പ്രവാചകരിലൂടെ, പ്രാർത്ഥിക്കുന്നതിലൂടെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തരുമെന്ന് അപ്പസ്തോല പ്രവർത്തനത്തിലൂടെ പത്രോസ്, പൗലോസ്, യാക്കോബ്, യോഹന്നാൻ ശ്രീമാര് ദൈവജനത്തോട് പ്രഘോഷിച്ചു. കരമുയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? ചിന്തിച്ചു നോക്കി. എന്തെല്ലാം വരാനിരിക്കുന്ന കാര്യങ്ങളെല്ലാം ഈ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വെളിപ്പെടും. ഇപ്പൊ നിരവധി ആളുകള് പല സ്ഥലങ്ങളിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പ്രാർത്ഥിക്കുന്നവർക്കെല്ലാം വരാനിരിക്കുന്ന മഹത്വത്തെ കുറിച്ച്, വരാനിരിക്കുന്ന ദൈവത്തിന്റെ അനന്തമായ കാരണത്തെ കുറിച്ച് ആര് വെളിപ്പെടുത്തും? പരിശുദ്ധാത്മ വെളിപ്പെടും. നമുക്ക് ദൈവസന്നിധിയിൽ എഴുന്നേറ്റൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വ്യാപരിക്കണമേ. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ
പത്രോസ് ആത്മാവിൽ നിറഞ്ഞതുപോലെ എഴുന്നേറ്റ് ഉച്ചസ്വരത്തില് പ്രഘോഷിച്ചതുപോലെ നമുക്കും ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. യേശുവിനെ സാക്ഷ്യം വഹിക്കുവാൻ ദൈവം നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന അത്ഭുത പ്രവർത്തികളെ കുറിച്ച് നമ്മുടെ സഹോദരങ്ങളോട്, ബന്ധുമിത്രാദികളോട്, അയൽവാസികളോട്, വേദനിക്കുന്നവരോടൊക്കെ പ്രഘോഷിച്ചാൽ അനേകര് ക്രിസ്തുവിനെ അന്വേഷിച്ച് ആ യേശുവിനെ കണ്ടെത്തും. വരും കർത്താവിന്റെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് വരും. അതിനുവേണ്ടി നമ്മളിലൂടെ ദൈവ രാജ്യം വളരണം, അല്ലെ ശോഷിച്ചിരിക്കണം. നമ്മൾ ശോഷിച്ചിരിക്കാണ്ട് ദൈവരാജ്യം ശോഷിച്ചിരിക്കും. നമ്മളിലൂടെ അനേകര് വരണം, കർത്താവിന്റെ അടുത്തേക്ക് വരണം. അപ്പൊ നമ്മളിലൂടെ കർത്താവ് വഴിയൊരുക്കുക, അനേകരെ കൊണ്ടുവരാൻ. വേദനിക്കുന്നവര്, രോഗികളായിരിക്കുന്നവരെല്ലാം വിശുദ്ധ മന്ദിരത്തിൽ ഒരുമിച്ച് കൂടി അവരെ ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ മരണത്തിന്റെ പിടിയിൽ കഴിയുന്നവരെയും ദൈവം അതിൽ നിന്ന് യേശു വിടുവിച്ച ഉദ്ധാനത്തിന്റെ ദൈവിക ശക്തിയാൽ നിറയ്ക്കുമെന്ന്, ഉദ്ധാനത്തിന്റെ ദൈവിക ശക്തി വെളിപ്പെടുത്തുമെന്ന് അപ്പസ്തോല പ്രവർത്തനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയും. അവിടെയെല്ലാം വചനം പ്രഘോഷിക്കപ്പെടുന്നുണ്ട്, അവിടെയെല്ലാം വലിയ അത്ഭുതങ്ങള്. അപ്പൊ നമ്മളിലൂടെ അനേകര് പറഞ്ഞ അനേകര്. സമറിയക്കാരി സ്ത്രീ വന്നപ്പോ എന്നാ സംഭവിച്ചേ? അവൾക്ക് മാറ്റം ഉണ്ടായി, അവൾക്ക് ആന്തരിക മാറ്റം ഉണ്ടായി. ആന്തരികമായ നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണ്ടേ. ഒരു ഭൗതിക നേട്ടമല്ല, ആന്തരികമായ വലിയ മാറ്റം, വലിയ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അനേകർക്ക് അത് സാക്ഷ്യ ജീവിതമായിട്ട് നമ്മുടെ ജീവിതം മാറ്റപ്പെടുകയും. കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട് ഒരു സാക്ഷ്യ ജീവിതത്തിനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് അപ്പസ്തോലന്മാർ നിറഞ്ഞതുപോലെ, അപ്പസ്തോലന്മാരിലൂടെ പ്രഘോഷിക്കപ്പെട്ടതുപോലെ ക്രിസ്തുവിനെ കുറിച്ച് പ്രഘോഷിക്കുവാനും യേശുവിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പ്രഘോഷിക്കുവാനുള്ള അത്യുന്നതനായ ദൈവത്തിന്റെ ശക്തി ദൈവജനത്തിന്റെ മേല് വ്യാപരിക്കപ്പെടട്ടെ. ആ പ്രഘോഷണത്തിലൂടെ അനേകര് ഈ വിശുദ്ധ മന്ദിരത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സർവശക്തനായ ദൈവത്തെ ഒന്ന് സ്വന്തമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ. ശക്തമായിട്ട് സ്തുതിക്കാമോ? നന്നായിട്ട് പ്രാർത്ഥിച്ചു. ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നന്നായിട്ട് സ്വരമുയർത്തി വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പുരോഹിതൻ വിശുദ്ധ ജലത്താൽ തന്റെ ജനത്തെ വിശുദ്ധീകരിക്കുക. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവനെ മൃത്യുവാശത്തിൽ നിന്ന് വിമുക്തമാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ വിടയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു, ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് എന്റെ വലതുഭാഗത്തുണ്ടോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 50 പേര് കേൾക്കുന്ന ശബ്ദത്തെ നന്നായിട്ട് സ്തുതിച്ചേ, നന്നായിട്ട് പ്രാർത്ഥിച്ചേ. ദൈവത്തെ ദർശിക്കുവാൻ ദാവീദ് കണ്ടതുപോലെ വലതുവശത്ത് ദൈവം ഉപേക്ഷനാണെന്നുള്ള ആ വലിയൊരു ബോധ്യം പരിശുദ്ധാത്മാവ് ദൈവജനത്തെ നൽകുവാൻ, ആ പ്രതീക്ഷയുടെ പ്രത്യാശയുടെ ആത്മാവായ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറയപ്പെടുവാൻ, ഏത് പ്രശ്നത്തെയും, ഏത് തകർച്ചകളെയും, ഏത് ഇല്ലായ്മകളെയും, ഏത് ജീർണതകളെയും പരിഹരിക്കുന്ന ദൈവ സാന്നിധ്യത്തിന്റെ ശക്തിയാണ് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ സാന്നിധ്യം. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്വതന്ത്രമായിട്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്നായിട്ട് സ്തുതിച്ചേ, അതിനെ വിട്ടുകൊടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചേ. വലതുവശത്ത് നിൽക്കുന്ന ദൈവ സാന്നിധ്യം, കൺമുമ്പില് ദൈവ സാന്നിധ്യം കാണുവാൻ, ഉയർത്തെഴുന്നേറ്റ മിശിഹായെ ഒന്ന് കാണുവാൻ കർത്താവേ കൃപ കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കുടുംബത്തിന്റെ ബന്ധനങ്ങള്, കുടുംബത്തിന്റെ പൈശാചിക കെട്ടുകള്, പൈശാചിക പീഡകള്, രോഗപീഡകള്, തകർച്ചകള്, ദുരിതങ്ങള്, ദുരന്തങ്ങള്, ദുഷ്ടം വച്ചിരിക്കുന്ന കെണികള് എല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് യേശുവിന്റെ നാമത്തില് വിട്ടൊഴിഞ്ഞ് നിത്യനരകാഗ്നിയിലേക്ക് നിബന്ധിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വതന്ത്രമായിട്ട് സ്തുതിക്കാമോ? 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 വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. സ്വരമുയർത്തി സ്തുതിക്കുന്നു. എന്നാൽ 1000 വർഷം തികഞ്ഞപ്പോൾ സാത്താൻ ബന്ധനത്തിൽ നിന്ന് മോചിതനാകും. ഭൂമിയുടെ 4 കോണിലുള്ള
ജനതകളെ വഴിതെറ്റിക്കുവാൻ അവൻ പുറത്തു വരും. ഗോഗ് മാഗോഗ് എന്നിവയെ യുദ്ധത്തിനായി അവൻ ഒരുമിച്ച് കൂട്ടും. അവരുടെ സംഖ്യ കടൽപ്പുറത്തെ മണത്തടിയോളമായിരിക്കും. അവൻ ഭൂതലത്തിൽ കയറി വന്ന് വിശുദ്ധരുടെ പാളയങ്ങളും പ്രിയപ്പെട്ട പട്ടണം വളഞ്ഞു. എന്നാൽ സ്വർഗത്തിൽ നിന്ന് അഗ്നി ഇറങ്ങി അവരെ വിഴുങ്ങി. അവരെ വഴിതെറ്റിക്കുന്ന പിശാചാകട്ടെ മൃഗവും വ്യാജ പ്രവാചകനും വസിച്ചിരുന്ന ഗന്ധകാഗ്നി തടാകത്തിലേക്ക് എറിയപ്പെട്ടു. അവിടെ രാപകൽ നിത്യകാലത്തേക്ക് അവർ പീഡിപ്പിക്കപ്പെട്ടു. ഹല്ലേലൂയ, നിത്യകാലത്തേക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റ് ഈശോയെ വിളിക്കാമോ? സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ദൈവത്തിന്റെ അനുഗ്രഹം പ്രാപിക്കാം. സമർപ്പണത്തിന്റെ സമയമായി ദൈവസന്നിധി നമ്മൾ കൊടുക്കുക. കർത്താവ് തന്ന ദാനമായി തന്ന സമ്പത്തിന്റെ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഹൃദയവും മനസ്സും ആത്മാവും ജീവനും ജീവിതവും എല്ലാം ഈശോയ്ക്ക് കൊടുക്കുക. ഈ ഒരു സമർപ്പണം മുഴുവൻ സമർപ്പണോ. ഇതിലൂടെ കർത്താവ് എന്നെയും എനിക്ക് ദൈവം ദാനമായിട്ട് ഈ ഭൂമി തന്നിരിക്കുന്ന സകലതിനെ അനുഗ്രഹിക്കുമെന്നുള്ള വിശ്വാസം. അതിനേക്കാൾ ഉപരിയായിട്ട് കർത്താവിന്റെ വചനമാണ് ഇത് 7 ഇരട്ടിയായിട്ട് തിരിച്ചു തരുമെന്ന് കർത്താവിന്റെ വാഗ്ദാനമാണ്. ഹൃദയം തുറന്ന് മനം തുറന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ പ്രഭാഷകൻ 35 കർത്താവ് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മനം തുറന്നു കൊടുക്കുന്നത് ഇരു കൈ അറിയാതെ, വലത് കൈ ചെയ്യുന്ന ഇടത് കൈ അറിയുന്നില്ല. വിശ്വാസത്തോടെ കർത്താവിന്റെ സന്നദ്ധയിൽ ഹൃദയപൂർവ്വമുള്ള ഒരു സമർപ്പണം കർത്താവ് ആഗ്രഹിക്കുക. വെട്ടുക്കളെ ഞാൻ ശാസിക്കും, അവ നിങ്ങളുടെ ഭൂമിയിലെ ഫലങ്ങൾ നശിപ്പിക്കുകയില്ല. മുന്തിരിച്ചെടികൾ ഫലശൂന്യമാവുകയിൽ സൈന്യങ്ങൾ കർത്താവ് അരുളി ചെയ്യുന്നു. അനുഗ്രഹീതരെന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും. നിങ്ങളുടെ ദേശം ആനന്ദത്തിന്റെ ദേശമായിട്ട് മാറും. കർത്താവേ, ആ സ്വർഗീയ ആനന്ദം കൊണ്ട് ഈ സമർപ്പണത്തിലൂടെ ഞങ്ങളെ നിറയ്ക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൊന്ന് സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിച്ച് കർത്താവ് എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണം. എൻ്റെ കുടുംബത്തിന്, എൻ്റെ ദേശത്ത്, എൻ്റെ ഇടവയ്ക്ക്, ഈ ശുശ്രൂഷയ്ക്ക് ഞാനൊരു അനുഗ്രഹമായിട്ട് മാറ്റപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വലിയ അനുഗ്രഹത്തിനായിട്ട് വിളിക്കാമോ? സമർപ്പിച്ചുകൊണ്ട് ഈശോയുടെ അനുഗ്രഹം നമുക്ക് സ്വീകരിക്കാം. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ. നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. ഈശോയെ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. ഈശോയെ എൻ ഹൃദയത്തിനുടയോനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. വേഗത്തിൽ വരുമേ, മേഘത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ, മാറാനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറാനാഥ, മാറാനാഥ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. എന്റെ നിക്ഷേപം നീ തന്നെയാ, എന്റെ ഹൃദയവും നിന്നിൽ
ദാവീദ് രാജാവ് കണ്ട അതേ ദൈവം. ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ദർശിച്ചു. ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തും. എൻ്റെ ഹൃദയം സന്തോഷിച്ചു, എൻ്റെ നാവ് സ്തോത്രം ആലപിച്ചു. എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. ഞാൻ സ്തോത്രം ആലപിക്കുമ്പോൾ എൻ്റെ ശരീരം പ്രത്യാശയിൽ നിവസിക്കും. കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് സ്തോത്രം ആലപിച്ചുകൊണ്ട് ദൈവത്തെ നമുക്കൊന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് ദാവീദ് രാജാവ് ആത്മാവിൽ നിറഞ്ഞ ഇപ്രകാരം പറഞ്ഞിരിക്കുക: എൻ്റെ കർത്താവിനെ ഞാൻ എൻ്റെ കൺമുമ്പില് തിരുവോസിയില് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ദർശിച്ചുകൊണ്ട്, വിശ്വാസത്തിന്റെ ഉൾക്കണ്ടുകൊണ്ട്, ദൈവത്തെ ദർശിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ദാവീദ് ദൈവത്തെ ആരാധിച്ചതുപോലെ കരങ്ങൾ ഉയർത്തി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? സ്വരമുയർത്തി വിളിക്കാമോ? താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. കണ്ണുനീരോടെ പ്രാർത്ഥിക്കും, വലിയ അനുതാപത്തോടെ തമ്പുരാന്റെ തിരുസന്നിധിയില് ദൈവ സാന്നിധ്യത്തെ ദർശിച്ചുകൊണ്ട് വലതുഭാഗത്ത് ദൈവം ഉപേക്ഷനായിരിക്കുന്നത് ഞാനും നിങ്ങളും പതറിപ്പോകാതിരിക്കുവാൻ, സഹനങ്ങളുടെ തീച്ചൂളയിലൂടെ കടന്നു പോകുമ്പോ, വേദനയുടെയും കഷ്ടപ്പാടുകളുടെയും വഴിയിലൂടെ കടന്നു പോകുമ്പോ പതറിപ്പോകാതിരിക്കുവാൻ, ഒറ്റപ്പെട്ട നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോ, ആരുമില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോ, എനിക്ക് ആരുമില്ല എന്ന് തോന്നുമ്പോ കർത്താവ് പറയുന്നു, നീ പതറിപ്പോകാതിരിക്കുവാൻ ഞാൻ നിന്റെ വലതുവശത്ത് ഉപേക്ഷനാണ്. കരങ്ങളൊന്ന് ഉയർത്തി വിശ്വാസത്തോടെ ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? സർവശക്തിയോടെ വിളിക്കാമോ? ഭാരം വലിയതോ ദൈവമേ, മുഖം താങ്ങുവാൻ കഠിനമോ, ഭാരം വലിയതോ മുഖം താങ്ങുവാൻ കഠിനമോ, സ്നേഹിതർ ദുഷിക്കുന്നോ, താങ്ങും കരങ്ങളുണ്ട്, നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത പാറയേശു പുതുജീവൻ പകർന്നിടും. ദൈവമേ, തിരുവോസിലേക്ക് നമുക്ക് നോക്കാം. ജീവനുള്ള ദൈവത്തെ, അവിടുത്തെ പരിശുദ്ധനെ, എന്നെ ജീർണിക്കുവാൻ അനുവദിക്കാത്ത ദൈവത്തിന്റെ പരിശുദ്ധൻ, ആ പരിശുദ്ധിയിലേക്ക് എന്നെ കൊണ്ടുപോകുവാൻ, ആ പരിശുദ്ധി എനിക്ക് പ്രദാനം ചെയ്യുവാൻ പരിശുദ്ധ കുർബാനയായി തീർന്ന യേശുവിനെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ച് ഒന്ന് സ്തുതിക്കാമോ?
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. കണ്ണുനീരിൻ താഴ്വരകൾ അതിഘോരമാടുകളും ദൈവമേ, കണ്ണുനീരിൻ താഴ്വരകൾ ഈശോയെ, അതിഘോരമാടുകളും മരണത്തിൻ കൂരിരുളിൽ താങ്ങും കരങ്ങളുണ്ട്. നിന്റെ ഹൃദയം തകരുമ്പോ ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ശാശ്വത യേശു പുതുജീവൻ പകർന്നിടും. ദൈവമേ, ശാശ്വത യേശു ഈശോയെ, പുതുജീവൻ പകർന്നിടും. യേശുവേ, കരങ്ങൾ നീട്ടിപ്പിടിച്ച് യേശുവേ, ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തരും. തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കും. കർത്താവ് തന്റെ സാന്നിധ്യത്താൽ അവിടെ നമ്മളെ സന്തോഷഭരിതനാക്കും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചേ, ഈശോയെ, ദൈവിക സന്തോഷം, ദൈവിക ആനന്ദം എനിക്ക് തരണേ എന്ന് ഓരോ മകനും മകളും ദൈവസന്നിധിയിൽ ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ സന്തോഷം, ദൈവത്തിന്റെ സമാധാനം, ദൈവത്തിന്റെ ഐശ്വര്യം. കർത്താവിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതിന്റെ എൻ്റെ ആത്മാവിനെ അവിടുന്ന് പാതാളത്തിൽ ഉപേക്ഷിക്കുകയില്ല. അവിടുന്ന് പരിശുദ്ധം ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. ജീവനില്ലാത്ത വഴികളിലൂടെ കടന്നുപോയ എന്നെ ജീവന്റെ മാർഗത്തിലൂടെ, ജീവന്റെ വഴിയിലൂടെ എൻ്റെ ദൈവം എന്നെ നടത്തി. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഒരു നിമിഷം. നമുക്കൊന്ന് രണ്ട് സാക്ഷ്യങ്ങൾ കേട്ട് ദൈവത്തെ മഹത്വപ്പെടുത്താം. എൻ്റെ പേര് ഡോക്ടർ രാജേഷ്. കുടമാളൂർ താമസിക്കുന്നു. കുമരകത്ത് തിരുവാർപ്പ് ഗവൺമെൻറ് ആശുപത്രിയിൽ ജോലി ചെയ്യുന്നു. 1.5 വർഷത്തിലധികമായി ഞായറാഴ്ചകളിൽ ഇവിടെ ആരാധനയിൽ പങ്കെടുത്തു വരുന്നു. 3 ആഴ്ചകൾക്ക് മുമ്പ് തൊണ്ടയിൽ വേദനയുണ്ടായി ചികിത്സിക്കുകയായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് തൊണ്ടയിൽ മുൻവശത്ത് ചെറിയൊരു തടുപ്പ് കാണപ്പെടുകയും കോട്ടയം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ കാണിച്ചു. തൈറോയ്ഡ് മുഴയാണെന്ന് കണ്ടെത്തുകയും അതിനെ തുടർന്നുള്ള ടെസ്റ്റുകളിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പ് ദോഷകരമായ മുഴ ക്യാൻസർ ആണോ എന്ന് കണ്ടെത്തുവാനുള്ള കുത്തിയെടുത്തുള്ള പരിശോധനയ്ക്ക് തൊട്ടു മുമ്പ് ഈ ആലയത്തിൽ വന്ന് കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം സ്വീകരിച്ച് ഒന്ന് തൊട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു നിമിഷം ഒന്ന് തൊട്ട് പ്രാർത്ഥിച്ചു. പ്രിയ ദൈവജനമേ, കർത്താവിൻ്റെ ആത്മാവിൻ്റെ ശക്തി ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരു മുഴയുമില്ല, അങ്ങനെ ഒരു രോഗാവസ്ഥയില്ല. ഈശോ രാജേഷ് എന്ന ഡോക്ടറിനെ പരിപൂർണ സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. കരമടിച്ചു ദൈവത്തിന് മഹത്വം കൊടുക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പേര് സുബി, സ്ഥലം നീണ്ടൂര്. എൻ്റെ ഭർത്താവിന് കുറച്ചു നാളായി കൂടുതൽ നേരം നിൽക്കുകയോ നടക്കുകയോ ചെയ്താൽ നടുവിന് ഒരു വേദന ഉണ്ടാകുമായിരുന്നു. ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് ഞാൻ ഇവിടെ ധ്യാനത്തിൽ സംബന്ധിക്കാമെന്ന് തീരുമാനമെടുക്കുകയും മെയ് മാസത്തിൽ നടത്തിയ താമസിച്ചുള്ള ധ്യാനത്തിൽ പങ്കെടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഭർത്താവിന് പൂർണ്ണ സൗഖ്യം ലഭിച്ചു. അതിനുശേഷം ആ വേദന പിന്നീട് ഉണ്ടായിട്ടില്ല. ഇവരെല്ലാം ഈശോയുടെ അടുത്തേക്ക് വന്നത് എല്ലാ ടെസ്റ്റ് റിപ്പോർട്ടൊക്കെ ലഭിക്കുന്നതിന് മുമ്പ് തന്നെ, എല്ലാ ടെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ, ഡോക്ടറെ കാണുന്നതിന് മുമ്പ് സൗഖ്യദാതാവായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വന്ന് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചപ്പോ ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെട്ടു. അവിടുത്തെ പരിശുദ്ധം ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. ഹല്ലേലൂയ,
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. അഭിഷേകത്തോടെ വിളിക്കാമോ? ഈശോയേ. ആത്മാവിന്റെ നിറവിൽ വിളിക്കാമോ? ഈശോയേ. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. തന്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കി. ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഈ വചനത്തിന്റെ അടിസ്ഥാനത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിക്കാമോ? അവിടുന്ന് തന്നെ അവിടുത്തെ വചനത്തിന്റെ ശക്തിയാല് സാന്നിധ്യത്താല് അവിടുന്ന് തന്നെ സന്തോഷഭരിതനാക്കി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ. കരമടിച്ച് നന്നായിട്ടൊന്ന് ആരാധിക്കാം ഈ ദൈവത്തെ. അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് ഈ പരിശുദ്ധമായ ദേവാലയത്തില്, ഈ പരിശുദ്ധ കുർബാനയില് വസിക്കുന്ന ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തുവിനെ ഉയർത്തെഴുന്നേറ്റ മിശിഹായെ ആത്മാവിലും സത്യത്തിലും നമുക്ക് ആരാധിക്കാം. ഈ മണിക്കൂർ സ്വർഗം ഉറ്റുനോക്കുന്ന ആത്മീയ അഭിഷേകം വ്യാപരിക്കപ്പെടുന്ന, സ്വർഗം ഇറങ്ങി വരുന്ന, സ്വർഗീയ സാന്നിധ്യം വെളിപ്പെടുന്ന അത്ഭുതകരമായ ഈ ആരാധനയുടെ നിമിഷങ്ങളില് സ്വർഗം താണിറങ്ങി വന്ന് വിശുദ്ധരും സ്വർഗവാസികള് ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഭൂവാസികളോട് ചേർന്ന് മാലാഖവൃന്ദങ്ങള് ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? സ്വർഗീയ രാജാവിനെ വിളിക്കാമോ? അവിടുത്തെ പരിശുദ്ധനെ വിളിക്കാമോ? ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. വിശ്വാസത്തോടെ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. നമ്മൾ ഉയർത്തിയടിച്ച് ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കരമടിച്ച് വിശ്വാസത്തോട് ഈ അത്ഭുതങ്ങളെ അടയാളങ്ങളെ പ്രവർത്തിച്ചോ. എന്റെ ജീവിതത്തിലും അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് അവിടെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പ്രഘോഷിക്കുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനെ എന്നിലേക്ക് അവിടെ നയിച്ചു. ആ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് അത്യുന്ന ദൈവത്തെ മഹത്വം കൊടുത്തുകൊണ്ട് ഇന്നിതാ ഞാൻ ജീവിക്കുന്നു, ഞാൻ ജീവിക്കുന്നു. കരങ്ങൾ ഓർത്ത് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോട് വിളിക്കാമോ? ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കാമോ? അത്യുന്നതനായ ദൈവത്തെ വിളിക്കാമോ? സർവശക്തനായ ദൈവത്തെ വിളിക്കാമോ? ഉയർത്തെഴുന്നേറ്റ മിശിഹായെ വിളിക്കാമോ? ദാവീദ് കൺമുമ്പിൽ കണ്ട ദൈവത്തെ വിളിക്കാമോ? വലതുഭാഗത്ത് ഉപേക്ഷനായ ദൈവത്തെ വിളിക്കാമോ? പഠിച്ചു പാടാം. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ അവിടെ വീഴുകില്ല. കല്ലെറിഞ്ഞാൽ അവിടെ കൊള്ളുകില്ല, അമ്പെറിഞ്ഞാൽ അവിടെ വീഴുകില്ല. ഉയർന്നതാണ് പാറ, ബലമുള്ളതാ പാറ, കർത്താവിന്റെ കയ്യാണ് പാറ. ഉയർന്നതാണ് പാറ, ബലമുള്ളതാ പാറ, കർത്താവിന്റെ കയ്യാണ് പാറ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മ ശക്തി വ്യാപരിക്കപ്പെടും. അത്യുന്നതനായ ദൈവത്തിന്റെ കാരുണ്യവും അത്യുന്നതനായ ദൈവത്തിന്റെ മഹത്വവും നമ്മുടെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കരങ്ങൾ ഉയർത്തിയെന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ.
കർത്താവ് എന്റെ പ്രകാശവും രക്ഷയുമാണ്. ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവ് എന്റെ ജീവനും കോട്ടയുമാണ്. ഞാൻ ആരെ പേടിക്കണം? എതിരാളികളും ശത്രുക്കളുമായി ദുർവൃത്തങ്ങൾ ദുരാരോപണങ്ങളുമായി എന്നെ ആക്രമിക്കുമ്പോൾ അവർ തന്നെ കാലിടറി വീഴും. ഒരു സൈന്യം തന്നെ എനിക്കെതിരെ പാളയമടിച്ചാലും എന്റെ ഹൃദയം ഭയം അറിയുകയില്ല. എനിക്കെതിരെ യുദ്ധമുണ്ടായാലും ഞാൻ ആത്മധൈര്യം ഇടുകയില്ല. ഒരു കാര്യം ഞാൻ കർത്താവിനോട് അപേക്ഷിക്കുന്നു, ഒരു കാര്യം മാത്രം ഞാൻ തേടുന്നു, കർത്താവിന്റെ മാധുര്യം ആസ്വദിക്കുവാനും കർത്താവിന്റെ ആലയത്തില് അവിടുത്തെ ഹൃദയം ഹിതമാരായാനും വേണ്ടി ജീവിതകാലം മുഴുവൻ അവിടുത്തെ ആലയത്തിൽ വസിക്കുവാൻ തന്നെ ക്ലേശകാലത്ത് അവിടുന്ന് എന്റെ ആലയത്തില് എനിക്ക് അഭയം നൽകും. തന്റെ കൂടാരത്തിനുള്ളില് എന്നെ ഒളിപ്പിക്കും. എന്നെ ഉയർന്ന പാറമേൽ നിർത്ത്. എന്നെ വലയം ചെയ്യുന്ന ശത്രുക്കളുടെ മുകളില് എന്റെ ശിരസ് ഉയർന്നു നിൽക്കും. ആഹ്ലാദാരവത്തോടെ അവിടുത്തെ കൂടാരത്തില് ഞാൻ ബലിയർപ്പിക്കും. ഞാൻ വാദ്യഘോഷത്തോടെ കർത്താവിനെ സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? അഭിഷേകത്തോടെ ഈശോയെ വിളിക്കാമോ? സർവശക്തിയോടെ ഈശോയെ വിളിക്കാമോ? കരമടിച്ചോ? നിന്ദനങ്ങൾ നിനക്കേശുകില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. നിന്ദനങ്ങൾ നിനക്കേശുകില്ല, സങ്കടങ്ങൾ നിന്നെ തീണ്ടുകില്ല. നിന്നെ വേട്ടയാടിയ തലകൾക്കുമീതെ നിൻ ശിരസവൻ ഉയർത്തി നിർത്തും. ചേർന്ന് പാടിക്കേ. നിന്നെ വേട്ടയാടിയ തലകൾക്കുമീതെ നിൻ ശിരസവൻ ഉയർത്തി നിർത്തും. കരമടിച്ച് ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ചേർന്ന് പാടിക്കേ. ക്ലേശകാലത്ത് കൂടാരവിരിപ്പാൻ എന്റെ ദൈവം എന്നെ മറയ്ക്കും. ദാവീദിനോട് ചേർന്ന് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. വിശ്വാസത്തോടെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. വിശ്വാസത്തോടെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ദൈവം എന്നെ ഉയർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. എന്റെ ദൈവം എന്നെ ഉയർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. എല്ലാവരും ചേർന്ന് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. എന്നെ കയറ്റി നിർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കർത്താവിന്റെ കരമാണ് പാറ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കർത്താവിന്റെ കരങ്ങളിൽ എന്നെ ഉയർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ദൈവത്തിന്റെ കരങ്ങളിൽ എന്നെ ഉയർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കർത്താവാണ് ഉയർത്തുന്നത്. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കർത്താവിന്റെ കരങ്ങളിൽ ഉയർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അഭിഷേകം അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ദാവീദിനെ പോലെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ബലഹീനത മുകളിലോ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കൃപയ്ക്കുമേൽ കൃപ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കൃപയ്ക്കുമേൽ കൃപ. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. എല്ലാവരും ചേർന്ന് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. കർത്താവിന്റെ കരങ്ങളിൽ എന്നെ ഉയർത്തും. അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. ദാവീദിനെ ഉയർത്തിയതുപോലെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. പത്രോസിനെ ഉയർത്തിയതുപോലെ അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ അവൻ കയറ്റി നിർത്തും. അഭിഷേകം അല്പകാലം കഴിഞ്ഞ് ഉയർന്നതാ പാറമേ എന്നെ
അവൻ കയറ്റി നിർത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഉപേക്ഷനായിരിക്കുന്നവനെ വിളിക്കുന്നു. കൺമുമ്പിൽ ദർശിക്കുന്നവനെ വിളിക്കുന്നു. ഈശോയെ വിളിക്കുന്നു. ദാവീദ് വിളിച്ചതുപോലെ ദൈവത്തെ വിളിച്ച് ദൈവത്തെ ആരാധിക്കുന്നു. കൺമുമ്പിൽ ദർശിച്ചുകൊണ്ട് ദാവീദ് ദൈവത്തെ ആരാധിച്ചതുപോലെ ഈ സമൂഹം ദൈവത്തെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അഭിഷേകം നിറയുന്നു, കൃപ വ്യാപരിക്കപ്പെടുന്നു. വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുക. 150 സങ്കീർത്തനങ്ങളോടെ കർത്താവിന്റെ ആത്മാവിൽ നിറഞ്ഞ ദാവീദ് ദൈവത്തെ മഹത്വപ്പെടുത്തുക. കർത്താവിനെ കൺമുമ്പിൽ ദർശിക്കാൻ സാധിച്ച 150 സങ്കീർത്തനങ്ങളിലൂടെ ദൈവത്തെ ആരാധിച്ചപ്പോൾ നിരന്തരമായ പ്രാർത്ഥന, നിരന്തരമായ യാചന, ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഈശോയെ മഹത്വം എൻ്റെ ജീവിതത്തിലുടനീളം ദർശിക്കുക, കർത്താവിൻ്റെ ജീവന്റെ വഴിയിലൂടെ സഞ്ചരിക്കുക. ജീവനില്ലാത്ത വഴിയിലൂടെ സഞ്ചരിക്കുമ്പോഴാണ് നമ്മൾ അവസാനം പറയും എല്ലാം തീർന്നു, എല്ലാം കഴിഞ്ഞു. കർത്താവ് പറയും ജീവന്റെ വഴിയിലൂടെ കർത്താവ് നമ്മളെ നടത്താനായിട്ട്, ഇതാണ് വഴി, ഇതിലേ പോവുക. കർത്താവ് കൽപ്പിച്ചിരിക്കുന്ന ജീവന്റെ മാർഗങ്ങളിലൂടെ ഞാനും നിങ്ങളെ സഞ്ചരിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വവും ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടുകയാണ്. ജീവന്റെ വഴികൾ അവിടുന്ന് എനിക്ക് കാണിച്ചു തന്നു. ആരാ കാണിക്കുന്നത്? പ്രാർത്ഥിക്കുമ്പോൾ ജീവനുള്ള വഴി. ആ വഴിയുടെ സഞ്ചരിക്കുമ്പോൾ ജീവിതത്തിലോ അഭിവൃദ്ധി ഉണ്ടാവുകയാണ്. തൻ്റെ സാന്നിധ്യത്താൽ അവിടുന്ന് എന്നെ സന്തോഷഭരിതനാക്കി. ദൈവത്തിന്റെ സാന്നിധ്യമാണ് ഒരുവനെ സന്തോഷഭരിതനാക്കുന്നത്. ഞാനും നിങ്ങളും ഈ പരിശുദ്ധമായ ദേവാലയത്തിൽ ഒരുമിച്ച് കൂടുന്ന എന്തിനാ? ദൈവമായ കർത്താവിനെ ആരാധിക്കുവാണ്. ആ സാന്നിധ്യം മുന്നിൽ കണ്ടുകൊണ്ട് ദർശിച്ചുകൊണ്ട് ദാവീദ് എപ്രകാരം വാഗ്ദാന പേടകത്തിന്റെ അരികില് നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിച്ചോ, മുൻപിൽ കാണുകയാ ദൈവ സാന്നിധ്യം. സമാഗമ കൂടാരത്തിലേക്ക് ഇറങ്ങി വന്ന് ദൈവത്തിന്റെ സാന്നിധ്യം ഇസ്രായേൽ രക്ഷയായി ഭൂമിയിലേക്ക് കാലിത്തൊഴുത്തിലേക്ക് കടന്നു വരികയാണ്. കാലിത്തൊഴുത്തിലേക്ക് കടന്നു വന്ന ദൈവം അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചുകൊണ്ട് തന്റെ സാന്നിധ്യം അവിടുന്ന് വെളിപ്പെടുത്തി. താൻ ആരാണെന്ന് അവിടുന്ന് ജനത്തെ ബോധ്യപ്പെടുത്തി. ഇതെല്ലാം അനുഭവിക്കാൻ തടസ്സമായിരിക്കുന്ന പാപമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തി. അതിനുശേഷം അവിടുന്ന് ആ പാപത്തിന് പരിഹാരമായി കാൽവരിയുടെ നെറുകയിലേക്ക് നടന്നു നീങ്ങിയ യേശുനാഥൻ മാനവകുലത്തിന്റെ പാപങ്ങളെ മുഴുവൻ ശരീരത്തിൽ പേറിക്കൊണ്ട് അശുദ്ധമായ ശരീരത്തെ പരിശുദ്ധ ശരീരമാക്കി മാറ്റുവാൻ അവിടുന്ന് പരിശുദ്ധ കുർബാനയായിട്ട് മാറുകയാണ്. ഈശോ ഒത്തിരിയേറെ വേദനിച്ചതും സഹിച്ചതും അനുഭവിച്ചതും എപ്പോഴാണ്? മാനവകുലത്തിന്റെ പാപങ്ങളെ മുഴുവൻ ഏറ്റെടുത്തുകൊണ്ട് അവിടുത്തെ പരിശുദ്ധിയിലേക്ക് നമ്മളെ പ്രവേശിപ്പിച്ചപ്പോഴാണ് അവിടുന്ന് ഒത്തിരിയേറെ വേദനിക്കേണ്ടതും സഹിക്കേണ്ടതും അവിടുത്തെ ശരീരം കീറി മുറിക്കപ്പെട്ടതും അടിച്ചു മുറിവേൽപ്പിക്കപ്പെട്ടതും അവിടുത്തെ ശിരസില് മുൾക്കിരീടം അണിയപ്പെട്ടതും ഭാരമേറിയ കുരിശുമരം തോളിൽ ഏൽപ്പിക്കപ്പെട്ടതും ആ കുരിശുമരത്തില് നഗ്നനായി തറയ്ക്കപ്പെട്ടതും എന്നെ നഗ്നനാക്കാതിരിക്കുവാൻ, എന്നെ ഉടുപ്പിക്കുവാൻ അവൻ വിവസ്ത്രനായിട്ട് കാൽവരിയുടെ നെറുകയിൽ മരക്കുരിശ് കടന്നത് എന്നെ പരിശുദ്ധനാക്കുവാനാ. മക്കളെ പ്രാർത്ഥിച്ചേ, ആ പരിശുദ്ധിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അപ്പോഴാണ് ജീവന്റെ വഴികൾ അവിടെ നിന്ന് എനിക്ക് കാണിച്ചു തരുന്നത്. തന്റെ സാന്നിധ്യത്താൽ അവിടെ സന്തോഷഭരിതനാക്കുന്നത്. അപ്പോഴാ ആഗ്രഹിക്കാം ഈശോയെ, ആ വലിയ സ്നേഹം, ഈ ഒരു സത്യം, ഈ സ്വർഗീയ രഹസ്യം അതാരാ? പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്നത്. ദാവീദിന് കർത്താവ് ആത്മാവ് ശക്തമായിട്ട് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ, ആ വരാനിരിക്കുന്ന രക്ഷാകര പദ്ധതിയെ മുഴുവനും ദാവീദിന് വെളിപ്പെടുത്തിയത് പ്രാർത്ഥിച്ചപ്പോൾ, ആത്മാവ് നിറഞ്ഞപ്പോൾ. ദാവീദ് ഇപ്രകാരം പറഞ്ഞു എന്ന വചനം പറയുന്നു. എന്നാൽ ദൈവം തന്നെ മൃത്യുവാസത്തിൽ നിന്ന് വിമുക്തമാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ മരണത്തിന്റെ വിടയിൽ കഴിയുക അസാധ്യമായിരുന്നു. ദാവീദ് അവനെ കുറിച്ച്
പറഞ്ഞിരിക്കുന്നു, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കൺമുമ്പിൽ ദർശിച്ചിരിക്കുന്നു. ഞാൻ പതറിപ്പോകാതിരിക്കുവാൻ അവിടുന്ന് എൻ്റെ വലതുവശത്തുണ്ട്. കർത്താവ് വിളിക്കുക പരിശുദ്ധിയിലേക്ക്. ഇതെല്ലാം വെളിപ്പെടുക പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ദാവീദിൽ നിറഞ്ഞു. പരിശുദ്ധാത്മാവ് സകല കാര്യങ്ങൾ വെളിപ്പെടുത്തി. രക്ഷാകരവതയിലൂടെ ദൈവം തരുന്ന ആ വലിയ രക്ഷ കർത്താവിന്റെ ആത്മാവ് വെളിപ്പെടുത്തുക. ഇതെല്ലാം പത്രോസ് വിളിച്ചു പറയുക. ദൈവത്തിന്റെ അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പത്രോസ് വിളിച്ചു പറഞ്ഞത് ആത്മാവിൽ നിറഞ്ഞത് അപ്പോഴാണ്. ഇത് ലഹരി പിടിച്ചവരല്ല, ഇത് ദൈവത്തിന്റെ പരിശുദ്ധ പ്രവാചകൻ വഴി അരുളിച്ചത് ഇവരിൽ നിവൃത്തിയായിരിക്കുകയാണ്. ആത്മാവ് നിറഞ്ഞു. അവര് പ്രഘോഷിക്കുന്നത് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കുറിച്ചാണ്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ദാവീദ് പറഞ്ഞത് ഇതാ വെളിപ്പെട്ട് കഴിഞ്ഞു. ദാവീദിന്റെ അധരങ്ങളുടെ പ്രഘോഷിക്കപ്പെട്ടത് ഇതാ നിവൃത്തിയായെന്ന് പത്രോസ് ഉച്ചത്തിൽ പ്രഘോഷിച്ചുകൊണ്ട് അവിടുത്തെ സാന്നിധ്യത്തിന്റെ ശക്തിയെ മഹത്വപ്പെടുത്തി. കരങ്ങൾ ഉയർത്തി സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ ദൈവത്തെ, ആത്മാവില് ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കരമടിച്ചു പാടുകയും അഭിഷേകം അഭിഷേകം ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം 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 ദിവ്യകാരുണ്യത്തിൻ അഭിഷേകം 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 യേശുവിൻ ബലിയുടെ അഭിഷേകം തിരുമാംസനിടം പകരുന്നു സാത്താൻ തകർന്നു വീഴുന്നു മക്കൾ മോചിതരാകുന്നു ബലിയുടെ യോഗ്യത പകരുന്നു ബലിയുടെ യോഗ്യത പകരുന്നു. കരമടിച്ച് വലിയ വിശ്വാസത്തോടെ വലിയ അഭിഷേകത്തോടെ അത്യുന്നതനായ ദൈവത്തെ, മഹത്വപൂർണനായ ദൈവം തിബേരിയോസ് കടൽ തീരത്ത് പത്രോസും കൂട്ടരും കണ്ട അതേ ദൈവം, അതേ ദൈവം ഇതാ പരിശുദ്ധ കുർബാനയില് നമുക്കൊന്നു ചേർന്ന് പാടി ആരാധിക്കാം. എമ്മാവുസിലേക്ക് പോയ ശിഷ്യന്മാര് കണ്ടുപൊട്ടി അനുഭവിച്ച അതേ ദൈവം തന്നെ സീനായി മലയുടെ മുകളില് ഇറങ്ങി വന്ന അതേ സാന്നിധ്യം ഇതാ ഈ അൾത്താരയില് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കാമോ? കാൽവരിയുടെ നെറുകയില് മരക്കുരിശില് മനുഷ്യന്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് പാപപരിഹാര ബലിയർപ്പിച്ചുകൊണ്ട് അവിടുത്തെ പരിശുദ്ധൻ നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുവാൻ, ആ പരിശുദ്ധിയിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുവരുവാൻ അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുന്നില്ല എന്ന ആ വലിയ അഭിഷേകം കാൽവരിയുടെ നെറുകയില് വെളിപ്പെടുത്തിക്കൊണ്ട് അവിടുന്ന് ഇതാ പിതാവിന്റെ കരങ്ങളില് തന്റെ ആത്മാവിനെ സമർപ്പിച്ചുകൊണ്ട് ജീവൻ വെടിഞ്ഞപ്പോ പ്രിയപ്പെട്ടവരെ നിദ്ര പ്രാപിച്ചിരുന്ന പല വിശുദ്ധരുടെയും ശരീരങ്ങള് ഉയർപ്പിക്കപ്പെട്ടു എന്ന് സുവിശേഷം നമുക്ക് ഉറപ്പു തരുന്നു. കരങ്ങൾ ഉയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? ദേവാലയത്തിന്റെ തിരശ്ശീല മുകൾ മുതൽ താഴെ വരെ രണ്ടായി കീറി മാറ്റപ്പെട്ടത് അവിടുത്തെ പരിശുദ്ധിയിലേക്ക് നമ്മളെ ചേർത്ത് വെച്ച നിമിഷമാണ്. കരമുയർത്തി വിളിക്കാമോ? ഈശോയേന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? വലിയ വിശ്വാസത്തോടെ വിളിക്കാമോ? വലിയ അഭിഷേകത്തോടെ വിളിക്കാമോ? കരമടിച്ചു പാടാം. സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം സിഹിയോൻ ശാലയിൽ പകർന്നൊരഭിഷേകം ചേർന്ന് പാടിക്കേ. കാൽവരി മലയിൽ കുരിശിലെ അഭിഷേകം എമ്മാവൂസിലെ കുർബാന അഭിഷേകം തിബേരിയാസിൻ തീരത്തെ അഭിഷേകം എമ്മാവൂസിലെ കുർബാന അഭിഷേകം ദൈവമേ തിബേരിയാസിൻ തീരത്തെ അഭിഷേകം കുർബാന അഭിഷേകം കരമടിച്ച് ബലിയുടെ അഭിഷേകം കരമുയർത്തി അടിച്ച് പകരണമേ പകരണമേ ഞങ്ങൾ
ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. ചേർന്ന് പാടിക്കേ. അഭിഷേകം നിറയുന്നു. അവിടുത്തെ പരിശുദ്ധൻ ഒരിക്കലും ജീർണിക്കുവാൻ അവിടുന്ന് അനുവദിക്കുന്നില്ല. രോഗങ്ങള്, ശരീരത്തെ ജീർണിപ്പിക്കുന്ന, ശരീരത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു രോഗത്തിനും ശരീരത്തിൽ പ്രവേശിച്ച് അവിടെ നിലനിൽക്കുവാൻ ദൈവം ഒരിക്കലും അനുവദിക്കത്തില്ല. അവിടുത്തെ പരിശുദ്ധൻ ജീർണിക്കുവാൻ അവിടുന്ന് സമ്മതിക്കത്തില്ല. മാരക രോഗങ്ങള്, ക്യാൻസർ പോലെ രോഗങ്ങള് ഈശോ സുഖപ്പെടുത്തുന്നു. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ശരീരത്തിലുള്ള ചില മുഴകള്, അതിലൂടെ ഉണ്ടാകുന്ന ചില പഴുപ്പുകള്, ശരീരത്തിലുള്ള ചില വ്രണങ്ങള്, അവയുടെ മേൽ ദൈവത്തിന്റെ ശക്തി ഇതാ വ്യാപരിക്കപ്പെടുന്നു. കുടുംബത്തില് വേദന അനുഭവിക്കുന്നവര്, വൃദ്ധരായിട്ട് ഭവനത്തില് ഈ ശരീരമൊക്കെ മുറിപ്പെട്ട് അത് പഴുത്ത് വ്രണമായിട്ട് കഴിയുന്ന ദൈവമക്കളുടെ മേല് ദൈവത്തിന്റെ പരിശുദ്ധി ഇതാ വ്യാപരിക്കപ്പെടുന്നു. അനേകരെ ഈ ആലയത്തിൽ വെച്ച് അവരുടെ നിലവിളിക്ക് ഉത്തരം നൽകിക്കൊണ്ട് ഈശോ സൗഖ്യപ്പെടുത്തുന്നു. കരമീർത്തവിളി ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു. അഭിഷേകത്തോടെ വിളിക്കുന്നു. ആത്മാവിന്റെ ശക്തിയിൽ വിളിക്കുന്നു. സഭയിൽ പകർന്നൊരഭിഷേകം ചേർന്ന് പാടിക്കേ. കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം, ആദിമസഭയിൽ പകർന്നൊരഭിഷേകം, കൂട്ടായ്മകളെ കൂട്ടിയൊരഭിഷേകം, അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം, അൾത്താരകളിൽ നിറയുന്നൊരഭിഷേകം, ലോകരക്ഷയ്ക്കേകിയൊരഭിഷേകം, കുർബാനയഭിഷേകം, ബലിയുടെ അഭിഷേകം, പകരണമേ, പകരണമേ, ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ, 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 ഞങ്ങളിൽ ഇപ്പോൾ പകരണമേ. ഹല്ലേലൂയ, 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 വീശിക്കൊണ്ട് സ്വരം ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 പിന്നീട് അവൻ 11 പേർ വന്നതിരിക്കുമ്പോൾ അവൻ അവർക്ക് പ്രത്യക്ഷപ്പെട്ട് ഉയർപ്പിക്കപ്പെട്ടതിനു ശേഷം തന്നെ കണ്ടവരെ വിശ്വസിക്കാത്ത നിമിത്തം അവരുടെ വിശ്വാസരാഹിത്യത്തെയും ഹൃദയകാഠിന്യത്തെയും അവൻ കുറ്റപ്പെടുത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവാൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. വിശ്വസിക്കുന്നവരോടുകൂടെ ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, മാരകമായ എന്തു കുടിച്ചാലും അതവരെ ഉപദ്രവിക്കുകയില്ല, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കും. കരങ്ങൾ ഉയർത്തി വിശ്വാസത്തോടെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. അഭിഷേകം നിറയട്ടെ, ശക്തി വ്യാപരിക്കപ്പെടട്ടെ, കർത്താവിന്റെ മഹത്വം വെളിപ്പെടട്ടെ. 72 പേരും സന്തോഷത്തോടെ തിരിച്ചു വന്ന് പറഞ്ഞു, കർത്താവേ, നിന്റെ നാമത്തിൽ പിശാചുകൾ പോലും ഞങ്ങൾക്ക് കീഴ്പ്പെടുന്നു. അവൻ പറഞ്ഞു, സാത്താൻ സ്വർഗത്തിൽ നിന്ന് ഇടിമിന്നൽ പോലെ
നിവേദിക്കുന്നത് ഞാൻ കണ്ടു. ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. എന്റെ എന്നാൽ പിശാചുക്കൾ നിങ്ങൾ കീഴടങ്ങുന്നു എന്നതിൽ നിങ്ങൾ സന്തോഷിക്കേണ്ട. മറിച്ച് നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എന്നതിൽ സന്തോഷിക്കുവാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, വചനമാകുന്ന ദൈവത്തെ വിളിക്കാമോ? ഈശോയേ. അഭിഷേകം നിറയുന്നു, കൃപ വ്യാപരിക്കപ്പെടുന്നു, ദൈവശക്തി നിറയപ്പെടുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച സകലതിന്റെ മേൽ ദൈവം നമുക്ക് അധികാരം തന്നിരിക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തി വരെ നിങ്ങൾ എനിക്ക് സാക്ഷ്യം വഹിക്കും. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം. അവർ സമ്മേളിച്ചിരുന്ന മാളിക മുറിയിലേക്ക് ആത്മാവ് നിറഞ്ഞു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ മഹത്വം അഗ്നിനാവുടെ രൂപത്തിൽ ഇറങ്ങി വന്ന് അപ്പസ്തോലന്മാരുടെ മേൽ നിൽക്കുന്നതായി അവർ പരസ്പരം കണ്ടു. പ്രാർത്ഥിച്ച ഓരോരുത്തരും, ഈശോയെ, മഹത്വം ഇറങ്ങി എൻ്റെ മേൽ നിൽക്കട്ടെ. കഷ്ടപ്പെട്ട് ദൂരദേശത്ത് നിന്ന് അലഞ്ഞ് ഒത്തിരിയേറെ സഹനങ്ങളിലൂടെയാണ് കർത്താവിൻ്റെ പരിശുദ്ധമായ മന്ദിരത്തിലേക്ക് ജനം കടന്നു വന്നിരിക്കുന്നത്. കർത്താവേ, അവിടുത്തെ ആത്മാവിൻ്റെ അഭിഷേകത്തെ നിറച്ചുകൊണ്ട് മഹത്വത്തിൻ്റെ സാന്നിധ്യമാക്കി ഈ സഹോദരി സഹോദരന്മാരെ അവിടുന്ന് ദൈവരാജ്യത്തിൽ അഭിഷേകം ചെയ്തതിനെ ഓർത്ത് നന്ദി പറയുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തിയുടെ മേൽ ചവിട്ടി നടക്കുവാൻ നിങ്ങൾക്ക് ഞാൻ അധികാരം തന്നു. ഒന്നും നിങ്ങൾ ഉപദ്രവിക്കത്തില്ല. നിങ്ങൾ എൻ്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും. പുതിയ ഭാഷകൾ മാരകമായ എന്തു കുടിച്ചാലും അത് നിങ്ങളെ സ്വാധീനം ചെലുത്തത്തില്ല. കർത്താവിൻ്റെ ഉറപ്പാ, ദൈവത്തിൻ്റെ വചനമാണ്, ദൈവം തന്നെയാണ് ഈ നമ്മളിലേക്ക് വന്ന് നിറയപ്പെടുന്നത്. ആ സാന്നിധ്യത്തിൻ്റെ ശക്തി അഗ്നിയായ അഭിഷേകമായി കത്തിജ്വലിക്കുന്ന തീജ്വാലയായി സാക്ഷ്യം വഹിക്കുന്ന വ്യക്തിയായി ഞാൻ രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനേകരെ വിശ്വാസത്തിലേക്ക് അടുപ്പിക്കുവാൻ ഞാൻ ആത്മാവിൻ്റെ നിറവിലൊരു കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അനേകരെ സ്വർഗരാജ്യത്തിലേക്ക് അടുപ്പിക്കുവാൻ, ഈ പരിശുദ്ധമായ മന്ദിരത്തിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ടുവരാനുള്ള ഉന്നതമായൊരു അഭിഷേകം, ഉന്നതമായൊരു ദൈവിക ശക്തി, ഒരു പ്രഘോഷണ വര, ദൈവവചന പ്രഘോഷണ വര, അത്ഭുത പ്രവർത്തികളെ കുറിച്ച് പ്രഘോഷിക്കാനുള്ള വലിയ അഭിഷേകം എൻ്റെ നാവുകൾക്ക് തരണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒറ്റ ചോദ്യ, കർത്താവേ, അനേകരെ സമറിയാക്കാരി സ്ത്രീ ആ ദേശത്തേക്ക് ചെന്നപ്പോ അനേകര് കർത്താവിന്റെ സന്നിധിയിലേക്ക് വന്നു എങ്കിലോ ഞാൻ ഇത്രയും കാലം വന്നിട്ട് തിരിച്ചു വരുമ്പോ ആരും വരുന്നില്ല. അനുതപിച്ച മക്കളെ കണ്ണുനീരൊഴുകിക്കുക. എത്ര പേര് വരുന്നുണ്ട്? വീട്ടിലുള്ള എത്ര പേരെ നേടാൻ പറ്റി? മക്കളെ നേടാൻ പറ്റിയോ? ജീവിത പങ്കാളിയെ നേടാൻ പറ്റിയോ? ചിന്തിച്ചു നോക്കി. കണ്ണുനീരൊഴുക്കുക. സാക്ഷി ജീവിതം, അത്ഭുതം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം. ആ അത്ഭുതം പ്രവർത്തിക്കുമ്പോ ഈ അത്ഭുതം പ്രവർത്തിച്ചവനെ പ്രഘോഷിക്കുവാൻ എനിക്ക് സാധ്യമാകണം. രഹസ്യമാക്കി വെക്കാനല്ല. ഈശോ പറയുന്നുണ്ട്, അത്ഭുതങ്ങൾ ചെയ്തിട്ട് ഈശോ പറയുന്നുണ്ട് ആരോടും പറയരുത്. പക്ഷെ അവർക്ക് അടങ്ങി നിൽക്കാൻ പറ്റിയില്ല. അവരിലേക്ക് കടന്നു വന്ന ആ വലിയ ആത്മാവിന്റെ അഭിഷേകം അവർ യേശുവിന് സാക്ഷ്യമായി മാറുകയാണ്. പ്രിയ ദൈവജനമേ, ഞാന് സമറിയക്കാരി സ്ത്രീയെ പോലെ ആകണം. അനേകര് എൻ്റെ ജീവിതം കണ്ട് കർത്താവിനെ അന്വേഷിച്ചു വരണം. അവരെല്ലാം അനുഗ്രഹം പ്രാപിക്കണം. എന്നിലൂടെ അനേകര് ദൈവത്തെ അറിയണം. കരമൊന്ന് സ്വർഗത്തിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചേ, ആ സമറിയക്കാരി സ്ത്രീയെ പോലെ എന്നെയും ആത്മാവില് അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? അഭിഷേകത്തോടെ വിളിക്കാമോ? കരം അടിച്ചു നന്നായിട്ട് പാടാം. ആഗ്രഹിച്ച് ഇതിലൂടെ അനേകര് ജെറുസലേമിലും യൂദയ മുഴുവനിലും സമറിയായിലും
ലോകത്തിന്റെ അതിർത്തി വരെ എനിക്ക് സാക്ഷ്യം വഹിക്കണം. ഞാൻ വിളിച്ചു പറയും, എന്നെ സുഖപ്പെടുത്തിയ, എന്നെ അനുഗ്രഹിച്ച എന്റെ പൊന്നു തമ്പുരാനെ ഞാൻ ലോകത്തിന്റെ അതിർത്തി വരെ പ്രഘോഷിച്ച് അനേകരെ ഈ പരിശുദ്ധമായ മന്ദിരത്തിലേക്ക് ഞാൻ കൂട്ടിക്കൊണ്ടുവരുവാൻ തക്കവിധ എന്റെ ആത്മാവിനെ അവിടുത്തെ ആത്മാവിനോട് ചേർത്ത് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പഠിച്ചു പാടാം. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. ദൈവത്തിന്റെ ശക്തി, പരിശുദ്ധാത്മശക്തി അഗ്നിനാവുകളായി പടരുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിത്തകരുന്നു. ശാപത്തിന്റെ ബന്ധനങ്ങൾ അഴിഞ്ഞു വീഴുന്നു. ഈ ജനത്തിന്റെ ഇടയിൽ ദൈവാത്മാവ് വരുമ്പോൾ തളർന്ന കൈകാൽ മുട്ടുകളെല്ലാം ശക്തി പ്രാപിക്കുന്നു. വരണ്ടു പറ്റിയ ഹൃദയത്തിൽ പുതുജീവൻ നിറയുന്നു. ഒരു കുളിർത്തെന്നലായി നഗതാരിതിൽ പുതുജീവൻ തരും ദൈവ സാന്നിധ്യമേ. ഊഹായേ നീ കാറ്റായി വാ, ഊഹായേ നീ നാവായി വാ, ഊഹായേ വെള്ളവായി വാ, ഊഹായെന്നിൽ നീ നിറവായി വാ, ഊഹായേ നീ കാറ്റായി വാ, ഊഹായേ നീ നാവായി വാ, ഊഹായേ വെള്ളവായി വാ, ഊഹായെന്നിൽ നീ കൃപയായി വാ. കരമടിച്ച് പാടുന്നു, ചേർന്ന് പാടാം. അമ്മയോട് ചേർന്ന്, പരിശുദ്ധ അമ്മയോട് ചേർന്ന്, എല്ലാ വിശുദ്ധരോടും ചേർന്ന്, രക്തസാക്ഷികളോട് ചേർന്ന്, ഭാരതീയപസ്വരനായ വിശുദ്ധ ദമാസ്വികായോട് ചേർന്ന്, നമുക്കൊന്ന് ചേർന്ന് എല്ലാ മെത്രാൻ സംഘത്തോടും, എല്ലാ കർദിനാൾ സംഘത്തോടും, പരിശുദ്ധ പിതാവിനോടും, എല്ലാ വൈദികരോടും, സന്യസ്തരോടും ചേർന്ന് കരങ്ങൾ ഉയർത്തി പിടിച്ച് ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? എല്ലാവരും ചേർന്ന് വിളിക്കാമോ? വിശ്വാസത്തോടെ വിളിക്കാമോ? പഠിച്ചു പാടാം. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. ആദിയിലെ പോൽ പരിശുദ്ധാത്മാവാഗതനാകുന്നു. ഉള്ളിൽ തിങ്ങും തിന്മകളെല്ലാം ചാമ്പലാകുന്നു. സ്തുതിപ്പിന്റെ വരവിന്നെങ്കിൽ നിറഞ്ഞു കവിയുന്നു. പാപാന്ധകാരമെല്ലാം നീങ്ങിപ്പോകുന്നു. സഹിയോന്റെ മട്ടുഭാവി അഗ്നിധനാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. സഹിയോന്റെ മട്ടുഭാവി അഗ്നിധനാവുകളായി ആഗതനായൊരാ പരിശുദ്ധാത്മാവേ. ഊഹായേ നീ കാറ്റായി വാ, ഊഹായേ നീ നാവായി വാ, ഊഹായേ വെള്ളവായി വാ, ഊഹായെന്നിൽ നീ നിറവായി വാ, ഊഹായേ നീ കാറ്റായി വാ, ഊഹായേ നീ നാവായി വാ, ഊഹായേ വെള്ളവായി വാ, ഊഹായെന്നിൽ നീ കൃപയായി വാ. വലിയ അഭിഷേകത്തോടെ ആത്മാവ് എല്ലാവരിലും വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മുടെ ആത്മാവിനോട് ചേർന്ന് അതിശക്തമായിട്ട് വ്യാപരിക്കുന്നുണ്ട്. ഉദ്ധിതന്റെ സാന്നിധ്യം ശരീരങ്ങളില് വലിയ അടയാളങ്ങളായിട്ട്, വലിയ അത്ഭുതങ്ങളായിട്ട് ഇപ്പോൾ വെളിപ്പെടുന്നുണ്ട്. വലിയ മാനസാന്തരത്തിന്റെ വലിയ ദൈവിക ശക്തി ശരീരങ്ങളില്, ആത്മാവില്, ജീവനില് വ്യാപരിക്കപ്പെടുന്നുണ്ട്. ദൈവത്തിന്റെ അത്ഭുത ശക്തി ഭവനങ്ങളില്, കൃഷിയിടങ്ങളില്, അധ്വാന മേഖലയില്, ലോകത്തിന്റെ അതിർത്തികളില് വ്യാപരിക്കുന്ന ഓരോ മകളിലേക്കും വ്യാപരിക്കപ്പെടുന്നുണ്ട്. കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്, കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. ഗർഭസ്ഥ ശിശുക്കള് അനുഗ്രഹിക്കപ്പെടുന്നുണ്ട്. കാര്യങ്ങൾ ഉയർത്തുന്ന വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഈശോ അനുഗ്രഹിക്കുന്നു. ജോലിയില്ലാത്തവർക്ക് ആ തടസ്സം മാറുന്നുണ്ട്. കരമുയർത്തി വിശ്വാസത്തോടെ വഴിയും സത്യവും ജീവനും
ഞാനാണ്, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ സന്നിധിയിൽ പ്രവേശിക്കുന്നില്ല. കരമുയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, വിശ്വാസത്തോടെ വിളിക്കാമോ? ഈശോയേ, എല്ലാവരും ചേർന്ന് ഉച്ചസ്വരത്തിൽ വിളിക്കാമോ? ഈശോയേ. ഭയന്ന് വിറച്ച സ്നേഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയം നീങ്ങിയവോ. ഭയന്ന് വിറച്ച സ്നേഹന്മാരെ ശക്തനാക്കിയവൻ, ലോകം മുഴുവൻ സാക്ഷ്യം നൽകാൻ കൃപയം നീങ്ങിയവോ. എന്നിലെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ, വരദാന വരങ്ങളാലെ ശോഭിതമാക്കണമേ. ഓരേബ് മാമലമേലെ ഉൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തി ജ്വലിച്ചവനേ. ഓരേബ് മാമലമേലെ ഉൾപ്പടർപ്പിന്റെ ഉള്ളിൽ എരിയുന്ന തീക്കനലായി കത്തി ജ്വലിച്ചവനേ. ഊഹായേ നീ കാറ്റായി വാ, ഊഹായേ നീ നാവായി വാ, ഊഹായേ വെൺപ്രാവായി വാ, ഊഹായെന്നിൽ നീ നിറവായി വാ. ഊഹായേ നീ കാറ്റായി വാ, ഊഹായേ നീ നാവായി വാ, ഊഹായേ വെൺപ്രാവായി വാ, ഊഹായെന്നിൽ നീ കൃപയായി വാ. ഊഹായേ നീ കാറ്റായി വാ, ഊഹായേ നീ നാവായി വാ, ഊഹായേ വെൺപ്രാവായി വാ, ഊഹായെന്നിൽ നീ കൃപയായി 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 വാ. എല്ലാ നിയമങ്ങളുടെ മേലും ദൈവത്തിന്റെ അത്ഭുത ശക്തി വ്യാപരിക്കപ്പെടുന്നു. ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ശക്തി ഓരോ പ്രാർത്ഥനകളുടെ മേലും, ഓരോ യാചനകളുടെ മേലും, ഓരോ നിയോഗങ്ങളുടെ മേലും ദൈവത്തിന്റെ ശക്തി ഇതാ വെളിപ്പെടുന്നു. കരമുയർത്തി ഒറ്റ വിളി ഈശോയെ എന്ന് വിളിക്കുന്നു. ഉത്ഥിതനായ യേശുവിനെ വിളിക്കുന്നു. പുനരുത്ഥാനവും ജീവനുമായ മിശിഹായെ വിളിക്കുന്നു. മുട്ടുമേലാകാം, മുട്ടുമേലാകാം. എല്ലാ നിയമങ്ങളെ സമർപ്പിക്കും. ഈശോയുടെ സന്നദ്ധയിൽ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് വ്യാപരിക്കാം. നമ്മെ സ്നേഹിക്കുന്ന ദൈവം, നമ്മെ പരിപാലിക്കുന്ന ദൈവം, കാറ്റും മഴയും ഒക്കെ ഉണ്ടായിട്ടും വെള്ളപ്പൊക്കമൊക്കെ ഉണ്ടായിട്ടും അതിനെയൊക്കെ അതിജീവിച്ച് കർത്താവിൻ്റെ തിരുസന്നിധിയിൽ ദൈവത്തെ ആരാധിക്കുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയതിനോട് നന്ദി പറയാം. അനേകം മക്കൾ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. കർത്താവ് വീണ്ടും നമുക്ക് ജീവൻ നൽകിക്കൊണ്ട്, ഒരു ജീവിതം നൽകിക്കൊണ്ട് കർത്താവിനെ ആരാധിക്കുവാൻ കർത്താവ് വീണ്ടും ഒരു അവസരം നമുക്ക് നൽകിയിരിക്കുക. നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് കർത്താവ് ഈ ദിവസങ്ങളിലൊക്കെ എത്ര പേരാ ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയി. എന്നെ വീണ്ടും ജീവിക്കുവാനായിട്ട് അവിടുന്ന് അനുവദിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങേ മഹത്വപ്പെടുത്തുകയും നന്ദി പറഞ്ഞ് പ്രാർത്ഥിച്ച് ഈശോ, രോഗം പോലും ഇല്ലാതെ, ഒരു പ്രശ്നമൊന്നും ഉണ്ടാകാതെ, ഒരു തടസ്സം പോലും ഇല്ലാതെ നിന്റെ സന്നിധിയിൽ വന്ന് ദാവീദ് കണ്ട അതേ ദൈവത്തെ കൺമുമ്പിൽ ദർശിച്ചുകൊണ്ട് വലതുവശ സുഭൂഷനാണെന്നുള്ള പ്രത്യാശയോടെ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവം തരുന്ന അനന്തമായ കാരുണ്യമാണ്. ശരീരത്തിൽ ഒരിക്കലും ജീർണത സംഭവിക്കത്തില്ല. ഒരു മാരക രോഗവും നിന്റെ ശരീരത്തെ കീഴ്പ്പെടുത്തുവാൻ അവിടുന്ന് അനുവദിക്കത്തില്ല. അവിടുത്തെ പരിശുദ്ധൻ ഒരിക്കലും ജീർണിക്കത്തില്ല എന്ന് കർത്താവ് ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് ഈശോയെ കരുണയായിരിക്കണമേ, കൃപയായിരിക്കണേ എന്ന് പ്രാർത്ഥിച്ച്, അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിച്ച് ഓരോ നിയമങ്ങളെ സമർപ്പിക്കുന്നു. ഓരോ ആഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഓരോ സ്വപ്നങ്ങളെയും ദൈവസ്ഥാനത്തിലേക്ക് നമുക്ക് ഉയർത്താം. ഇന്ന് ആരാധന ഏറ്റെടുത്ത് നടന്ന കുടുംബത്തെയും, ദിവികാരുടെ നാഥന്റെ സന്നദ്ധി പൂക്കൾ വെച്ച് മനോഹരമാക്കിയിരിക്കുന്ന കുടുംബത്തെയും, അവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ഈ ആലയത്തിലേക്ക് മുഴുവൻ മക്കളും പ്രാർത്ഥനാ സഹായം ചോദിച്ചിരിക്കുന്നവർ അവരുടെ ആഗ്രഹങ്ങൾ, ആവശ്യങ്ങളെല്ലാം ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി, പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ എല്ലാം ഓർത്തുകൊണ്ട് കരങ്ങൾ ഉയർത്തി, രോഗികളായിരിക്കുന്നവർ, ജോലി നഷ്ടപ്പെട്ടവർ, ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവരെല്ലാവരെയും, ഭവനമില്ലാത്തവർ, കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ എല്ലാവരെയും ദൈവസ്ഥാനത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒന്ന് വിളിക്കാമോ? ഈശോയെ എന്ന് വിളിക്കാമോ? ഈശോയേ, എല്ലാവരും ചേർന്ന് വിളിക്കാമോ? ഈശോയേ, ശബ്ദമുയർത്തി വിളിക്കാമോ? ഈശോയേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യകടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ നിർമ്മലരായി ജീവിച്ചിടുവാ ചിന്തണമേ ദിവ്യവരങ്ങൾ. കരങ്ങൾ നീട്ടി വിശ്വാസത്തോടെ ദാവീദ് കണ്ട അതേ ദൈവത്തെ കൺമുമ്പിൽ ദർശിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി വിളിക്കാമോ? ഈശോയെ എന്ന് വിളിച്ച്, ഈശോയെ എന്ന് വിളിച്ച് ഉദ്ധിതനായ യേശുവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് പുനരുദ്ധാനവും ജീവനുമായ മിശിഹായെ ഇന്നായിരിക്കുന്ന ഈ അവസ്ഥയിൽ നിന്ന്, ജീർണതയിൽ നിന്ന് എന്നെ ഉയർത്തണമേ, എന്നെ സുഖപ്പെടുത്തണമേ, എന്നെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വാസത്തോടെ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നു. ദാവീദിന്റെ പുത്ര യേശുവേ, എന്റെ കാര്യത്തില് ഇപ്പോൾ അവിടുന്ന് ഇടപെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയുമെന്നുള്ള കുഷ്ഠരോഗിയുടെ വിശ്വാസത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞങ്ങളും പറയുന്നു, ഈശോയെ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിക്കുവാൻ അങ്ങേക്ക് സാധിക്കും. എനിക്ക് മനസ്സുണ്ട്, നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ഈശോ പറയുന്നു. മക്കളെ, കരമുയർത്തി വിളിച്ച് ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോ അനുഗ്രഹിക്കുന്നു, സമൂഹത്തെ അനുഗ്രഹിക്കുന്നു. വേദനകള്, കഷ്ടപ്പാടുകള്, ദുരിതങ്ങള്, ഇല്ലായ്മകള് പരിഹരിക്കുന്ന തമ്പുരാന്റെ അനന്തമായ കാരുണ്യത്തെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. കണ്ണുനീരോടെ വിളിക്കുന്നു, കണ്ണുനീരോടെ വിളിക്കുന്നു. ഈശോയെ എന്ന് വിളിക്കുന്നു, ഈശോയെ എന്ന് വിളിക്കുന്നു. വിശ്വാസത്തോടെ വിളിക്കുന്നു, ഹൃദയം തുറന്നു വിളിക്കുന്നു, ഹൃദയ പരമാർത്ഥതയോടെ വിളിക്കുന്നു. ഒറ്റ വിളി, ഈശോയെ എന്ന് വിളിക്കുന്നു. ഈശോയേ, എല്ലാവരും ചേർന്ന് വിളിക്കുന്നു. ഈശോയേ, സർവശക്തിയോടെ വിളിക്കുന്നു. ഈശോയേ. പരിശുദ്ധ പരമമ ശിരസ് നമിച്ച് ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നന്ദിയോടെ പാടി പ്രാർത്ഥിച്ചുകൊണ്ട് ഭവനങ്ങളിലേക്ക് പോകാം. നമുക്ക് നമ്മുടെ സുരക്ഷിതത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ രക്തം കൊണ്ട് നമുക്കുള്ളവയെല്ലാം സംരക്ഷിക്കപ്പെടുവാനും മുദ്ര ചെയ്യപ്പെടുവാനും വരുന്ന ആഴ്ചകളിലേക്ക് കടന്നു വരുന്നത് വരെ സംരക്ഷണത്തിൽ നമ്മുടെ എല്ലാ വസ്തുക്കളും മക്കളും വാഹനങ്ങളും എല്ലാം സംരക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ കർത്താവിൻ്റെ തിരിച്ചോറ് കൊണ്ട് മുദ്ര ചെയ്യപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ സന്നദ്ധയിൽ പാടി ദൈവത്തെ ഒന്ന് ഒരിക്കൽ കൂടി മഹത്വപ്പെടുന്നു. ഒന്ന് പാടി ആരാധിക്കും ദൈവത്തിൻ്റെ സംരക്ഷണത്തിനായിട്ട്. എന്റെ ദേശത്ത് എന്നെ ഒരു അനുഗ്രഹമാക്കണമേ, ഞാനായിരിക്കുന്നിടത്ത് എന്നെ ഒരു തീയാക്കണേ. എന്റെ നാട്ടിൽ എന്നെ ഒരു അടയാളമാക്കണമേ, സ്വന്ത ദേശത്ത് എന്നെ ഒരു അത്ഭുതമാക്കണമേ. യേശുവേ, യേശുവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. യേശുവേ, യേശുവേ, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ കഴുകണമേ. തിരുരക്തത്താൽ എന്നെ